വളരെ വേഗത്തിൽ ദൈവവചനത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 19-ാമത് വാക്യത്തെ ആസ്പദീകരിച്ചുകൊണ്ടാണ് നിങ്ങളോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത്. நாம் வேகமாக வேத பகுதிக்குள் கடந்து செல்ல விரும்புகிறோம். கலாத்தியர் 4-ாம் அதிகாரம் அதனுடைய 19வது வசனத்தை மையமாக வைத்துதான் நான் உங்களோடு பேச விரும்புகிறேன். ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവ വേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ ഇന്ന് നിങ്ങളുടെ അടുക്കൽ ഇരുന്ന് എൻ്റെ ശബ്ദം മാറ്റുവാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ നിങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നു. മതി, നമുക്കൊരു നിമിഷം ആ കൈകൾ ഉയർത്തിപ്പിടിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ സ്വർഗസ്ഥനായ നല്ല പിതാവേ, எங்களுடைய நல்ல பிதாவே, അവിടുത്തെ സാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം പറയുകയാണ്. உம்முடைய பிரசன்னத்திற்காக நாங்கள் உமக்கு நன்றி செலுத்துகிறோம். ഈ യോഗത്തിന്റെ 1ാമത് രാത്രി ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ഇരിക്കുകയാണ്. இந்த கூட்டத்தினுடைய முதல் நாளில் நாங்கள் உம்முடைய பாதத்தில் அமர்ந்திருக்கிறோம். അവിടുത്തെ തിരുവചനം കേൾക്കാൻ ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ അവിടുത്തെ ആത്മാവ് ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കണമേ. உம்முடைய வசனத்தை கேட்பதற்கு நாங்கள் ஒன்றாய் அமர்ந்திருக்கிறோம். உம்முடைய வசனத்தை கேட்க உம்முடைய ஆவியானவர் எங்களோடு இடைபடுவாராக. അവിടുത്തെ വചനം ഞങ്ങൾക്ക് ഇന്ന് രാത്രി വിഭാഗിച്ച് നൽകണമേ. உம்முடைய வசனத்தை நீர் எங்களுக்கு പകർന്നു തരുവീരാക. വചനത്തിന്റെ പ്രകാശനത്തെ തടയുന്ന ദുഷ്ട ആധിപത്യങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുകയാണ്. വചനത്തിൻ വെളിച്ചത്തെ തടை செய்கிற പൊല്ലാத ആവികളെ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ കടിഞ്ഞു കൊള്ളുகிறோம். വലിയ ആത്മിക വിടുതൽ ഞങ്ങളുടെ നടുവിൽ അയക്കണമേ. ആവിക്കുரிய ഒരു പെരിയ വിടുതலை എங்கள் മധ്യയിலே നീർ അനുഭവിരാക. ഈ രാത്രി ഞങ്ങളുടെ കർത്താവിനെ ഉയർത്തുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഇன்று இரவிலே எங்களுடைய கர்த்தரை உயர்த்த எங்களுக்கு கிருபை தருவீராக. വചനം കേൾക്കുന്നവരുടെ മേൽ ആത്മാവ് ഉയരണമേ. വചനത്തെ കേൾക്കുന്നവരുടെ മേൽ ആവിയാനവർ ഇറങ്ങുവീരാക. എല്ലാ തടസ്സങ്ങളെയും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ശാസിക്കുകയാണ്. എല്ലാ തടകളെയും ഞങ്ങൾ യേശുവിൻ നാമത്തിൽ ഖണ്ഡിக்கிறோம். യേശുവിന്റെ നാമത്തിൽ തന്നെ, യേശുവിൻ നാമത്തിൽ ജപിக்கிறோம். ഒന്ന് കരമടിച്ചൊരിക്കൽ കൂടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കരങ്ങളെ തട്ടി നാം കർത്തരെ മഹിമപ്പെടുത്തലാം. വളരെ ചിന്തനീയമായ ഈ വേദഭാഗത്തെ ആസ്പദമാക്കി നമ്മൾ വചനത്തിലേക്ക് നേരെ കടക്കുകയാണ്. மிகவும் ஆழமான இந்த வேத பகுதியை மையமாக வைத்து நாம் செய்திக்கு நேராய் கடந்து செல்ல போகிறோம். അപ്പോസ്തലനായ പൗലോസിന്റെ പ്രമുഖമായ ഒരു രചനയാണ് ഗലാത്യ ലേഖനം. அப்போஸ்தலனாகிய பவுலுடைய மிகவும் முக்கியமான ஒரு எழுத்துதான் இந்த நிருபம் தான் இந்த கலாத்தியருக்கு எழுதின நிருபம். ഈ ഗലാത്യ ലേഖനത്തിന്റെ 4-ാം അധ്യായം 19-ാമത് വാക്യമാണ് ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ എടുത്തിട്ടുള്ളത്. கலாத்தியர் 4-ாம் அதிகாரம் 19வது வசனத்தை தான் நம்முடைய செய்தியினுடைய ആധാരത്തിற்காக നാം എടുത്തിരിக்கிறோம். എൻ്റെ ദൈവവചന ചിന്തയിലും പഠനത്തിലും യേശുക്രിസ്തുവിനെ കുറിച്ച് ഇത്രമാത്രം ഗൗരവത്തോടുകൂടെ എഴുതിയിട്ടുള്ള മറ്റൊരാൾ പൗലോസിനെ പോലെ ഇല്ല. என்னுடைய ஆழமான வேத அதாவது கல்வியிலும் ஆராய்ச்சியிலும் இயேசு கிறிஸ்துவை குறித்து இவ்வளவு ஆழமாய் எழுதின வேறொரு நபர் பவுலுக்கு ஒப்பாக இல்லை என்பதை என்னால் புரிந்து கொள்ள முடிகிறது. ക്രിസ്തുവിനെ പൗലോസ് ഇത്രയും വിശദമായിട്ട് എഴുതാൻ കാരണം ക്രിസ്തുവിനെ തനിക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട്. இயேசு கிறிஸ்துவை குறித்து அப்போஸ்தலனாகிய பவுல் இவ்வளவு ஆழமாய் எழுதுவதற்கு காரணம் அப்போஸ்தலனாகிய பவுல் இயேசுவை அவ்வளவு ஆழமாக கற்று தெரிந்து கொண்டிருந்தார். നമ്മൾ യേശുക്രിസ്തുവിനെ എത്രത്തോളം ആഴത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നുമോ അത്രയും ക്രിസ്തുവിനെ അനുഭവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ. ആമേൻ. இயேசுவை நாம் எவ்வளவு ஆழமாக சொல்லுகிறோமோ அந்த அளவிற்கு நாம் இயேசுவை அனுபவித்து அறிந்தால் மட்டுமே அப்படி சொல்ல முடியும். പൗലോസ് ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷമുള്ള പരമമായ ലക്ഷ്യം എന്തായിരുന്നു? அப்போஸ்தலனாகிய பவுல் இயேசுவை அறிந்து கொண்டதற்கு அப்புறம் அவருக்கு ஒரு முக்கியமான இலக்கு இருந்தது. ക്രിസ്തുവിനെ അറിയിക്കുക എന്നതായിരുന്നു തന്റെ പരമമായ ലക്ഷ്യം. அந்த முக்கியமான இலக்கு என்று சொன்னால் அது இயேசுவை அறிவிப்பது என்பதாக இருந்தது. ഒരു കാര്യം വ്യക്തമാണ്, യേശുക്രിസ്തുവിനെ അറിഞ്ഞ ഒരാൾക്ക് അടുത്ത പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ അറിയിക്കുക എന്നതായിരിക്കും. முக்கியமான விஷயம் என்னவென்றால் இயேசுவை அறிந்திருக்கிற ஒரு நபருடைய முக்கிய இலக்கு என்று சொல்வது അവരെ അറിந்திருக்கிற அளவிற்கு அறிவிப்பது என்பதாக இருக்கிறது. ഈ രാത്രിയിൽ ഇവിടെ വന്നിരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും ക്രിസ്തുവിനെ അറിഞ്ഞിട്ടുള്ളവരാണ്, അനുഭവിച്ചിട്ടുള്ളവരാണ്. இங்கே வந்து அமர்ந்திருக்கிற உங்களில் அநேகரும் இயேசுவை அறிந்தவர்கள், അനുഭവിച്ചിരിக்கிறவர்கள். ഇനിയും നമ്മുടെ പരമമായ ലക്ഷ്യം ആ യേശുവിനെ ആവോളം അറിയിക്കുക എന്നതായിരിക്കും. ஆமென். இனி நம்முடைய இலக்கு என்று சொல்வது நம்மால் முடிந்த அளவிற்கு இயேசுவை உலகம் முழுவதும் பிரசித்தப்படுத்துவது என்பதாக இருக்க வேண்டும். പൗലോസ് ക്രിസ്തുവിനെ അറിയിക്കുക
അറിയിക്കുവാൻ വേണ്ടി പ്രധാനമായിട്ട് ചെയ്തത് പ്രസംഗമായിരുന്നു. பவுல் இயேசுவை அறிவிப்பதற்கு அவர் எடுத்துக்கொண்ட ஒரு வழி பிரசங்கமாக இருந்தது. പ്രസംഗം കൊണ്ട് ആയിരക്കണക്കിന് ആളുകളെ ക്രിസ്തുവിലേക്ക് പൗലോസ് നേടുന്നുണ്ട്. பவுல் தன்னுடைய பிரசங்கத்தினால் ஆயிரக்கணக்கான நபர்களை கிறிஸ்துவுக்குள் இழுத்துக்கொண்டார். ഇന്നും നമുക്കറിയാം, ലോകമെമ്പാടും ക്രിസ്തുവിനെ അറിയിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമം എന്ന് പറയുന്നത് പ്രസംഗമാണ്. இன்றைக்கும் நமக்கு தெரியும், இயேசுவை பற்றி உலகத்திலே அறிவிப்பதற்கு மிக முக்கியமான ஒன்று என்று சொன்னால் அது பிரசங்கம் மட்டுமே. ഇന്ന് നമുക്കറിയാം, വചനം പ്രസംഗിക്കുമ്പോൾ ചിലർ കൂടെ ക്രിസ്തുവിനെ അറിയുകയും അനുഭവിക്കുകയും ചെയ്യും. வசனத்தை பிரசங்கம் பண்ணும்போது சிலர் இயேசுவை அறிகிறார்கள், அனுபவிக்கிறார்கள். ക്രിസ്തുവിനെ ആണോ പ്രസംഗിക്കുന്നത്, ചിലർ ക്രിസ്തുവിനെ അറിയുകയും അവനെ അനുഭവിക്കുകയും ചെയ്യും. அவன் கிறிஸ்துவை பிரசங்கித்தால் கேட்கிறவர்கள் கிறிஸ்துவை அறிவார்கள், அனுபவிப்பார்கள். ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ആദ്യമേ തന്നെ വിളിച്ചു പറയുന്നു, ഇവിടെ പ്രസംഗിക്കുന്നത് ക്രിസ്തുവിനെയാണ്. അതുകൊണ്ട് ചിലർ ഇന്ന് രാത്രി ക്രിസ്തുവിനെ അനുഭവിക്കാനിടയാകും. ஆமே, நான் முதல்லயே சொல்லுகிறேன், இன்றைக்கு இயேசுவை பற்றி நான் பேச போகிறேன். ஆகையால் இங்கு இருக்கிறவர்கள் இயேசுவை அறிய வேண்டும், அனுபவிக்க வேண்டும். ചിലർ ഇന്ന് രാത്രി ക്രിസ്തുവിനെ അറിയുവാനിടയാകും. சிலர் இன்றைக்கு இயேசுவை அறிந்து கொள்வார்கள். എവിടെയൊക്കെ ക്രിസ്തുവിനെ പ്രസംഗിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ചിലർ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടുണ്ട്. അറിയുക മാത്രമല്ല, അവർ ക്രിസ്തുവിനെ അനുഭവിച്ചിട്ടുമുണ്ട്. எங்கெல்லாம் இயேசு கிறிஸ்து பிரசங்கிக்கப்பட்டிருக்கிறாரோ அங்கெல்லாம் இயேசுவை அறிந்திருக்கிறார்கள். ஆமென். சிலர் இயேசுவை அனுபவித்து ഈ அறிந்திருக்கிறார்கள். രാത്രി ക്രിസ്തുവിനെ അറിഞ്ഞവരും അനുഭവിച്ചവരും അടങ്ങിയിരിക്കരുത്. ദൈവത്തിന് സ്തുതി പറഞ്ഞുകൊണ്ടേയിരിക്കണം. ஆமென். இன்று இரவிலே இயேசு கிறிஸ்துவை அறிந்தவர்களும் அனுபவித்தவர்களும் அமைதியாக இருக்கக்கூடாது. அவர்கள் கர்த்தரை துதித்துக் கொண்டே அமர்ந்திருக்க வேண்டும். കരമടിച്ച് നമ്മുടെ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാം. അവനെ നമ്മൾ അറിഞ്ഞതുകൊണ്ട്. ஆமென். அவரை நாம் அறிந்திருக்கிறபடியால் கரங்களை தட்டி நாம் அவரை மகிமைப்படுத்துவோம். അവനെ നമ്മൾ അറിയുക മാത്രമല്ല, ഒരുപാട് ഘട്ടങ്ങളിൽ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ അവനെ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ஆமென். நாம் அவரை அறிந்திருப்பது மட்டுமல்ல, நம்முடைய சொந்த வாழ்க்கையில் அவரை அனுபவித்தும் அறிந்திருக்கிறோம். ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ യേശുക്രിസ്തുവിനെ അനുഭവിക്കത്തക്ക ചില അനുഭവങ്ങൾ ഇന്ന് രാത്രി ദൈവം ഇവിടെ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തും. இன்றைக்கு நீங்கள் இயேசுவை விசுவாசிக்கும் போது நீங்கள் இயேசுவை அனுபவிக்கிற அளவிற்கு சில மாற்றங்களை கர்த்தர் தர போதுமானவர். എത്ര പേര് ഇന്ന് രാത്രി കൊതിക്കുന്നുണ്ട് അവനെ ഒന്ന് അനുഭവിച്ചിട്ട് പോകണം? எத்தனை பேர் இன்றைக்கு மிகவும் ஆசைப்படுகிறீர்கள், விரும்புகிறீர்கள், இயேசுவை இன்று நான் அனுபவிக்க வேண்டும் என்று? ലോകത്തിലെ പല വിജ്ഞാന കേന്ദ്രങ്ങളെയും അറിയുന്നത് പോലല്ല ക്രിസ്തുവിനെ അറിയുന്നത്. ஆமென். உலகத்தில் உள்ள பல ஆமென் விஷயங்களை அறிந்து கொள்வதை போல அல்ல இயேசுவை அறிவது என்பது. ക്രിസ്തുവിനെ അറിഞ്ഞാൽ അറിയുന്നവന് ചില അനുഭവങ്ങൾ കൂടെ ഉണ്ടാകും. ஆமென். கிறிஸ்துவை அறிந்தால் அவர்களுக்கு அனுபவங்களும் உண்டாகும். ഇന്ന് രാത്രിയിൽ അനുഭവമുള്ള ദൈവമക്കളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ஆமென். இன்றைக்கு இயேசுவை தங்களுடைய வாழ்க்கையில் அனுபவித்திருக்கிறவர்கள் தான் அதிகமானவர்களும் இங்கே அமர்ந்திருக்கிறார்கள். ചിലരെങ്കിലും അവനെ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തവരും കേൾക്കുന്നുണ്ടാകാം. ஆமென். இங்கே இதுவரையிலும் சிலர் இயேசுவை சரியாக அனுபவிக்காதிருக்கிறவர்கள் இந்த வசனத்தை கேட்டுக்கொண்டிருப்பீர்கள். ഒരു തർക്കവും വേണ്ട. ഈ രാത്രിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ചില അനുഭവിച്ച് കടന്നു പോകാനായിട്ട് കഴിയും. ஆமென். சந்தேகப்பட வேண்டாம். இன்றைக்கு கண்டிப்பாக நீங்கள் இயேசு கிறிஸ்துவை அனுபவித்து கடந்து செல்வீர்கள். അപ്പൊ ക്രിസ്തുവിനെ അറിയിക്കാൻ പൗലോസ് ചെയ്തത് പ്രസംഗമായിരുന്നു. இயேசு கிறிஸ்துவை ஆமென் அறிவிப்பதற்கு அப்போஸ்தலனாகிய பவுல் பிரசங்கத்தை தெரிந்து கொண்டார். മറ്റൊന്ന് എഴുത്തായിരുന്നു. இரண்டாவதாக எழுத்தின் மூலம் கிறிஸ்துவை அறிவித்தார். അതുകൊണ്ട് ഇന്നും പ്രസംഗവും എഴുത്തും യേശുക്രിസ്തുവിനെ അറിയിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന മാധ്യമമാണ്. இன்றைக்கும் பிரசங்கமும் எழுத்தும் இயேசு கிறிஸ்துவை தெரிவிப்பதற்கு பயன்படுத்துகிற ஒரு முறையாக நாம் பயன்படுத்துகிறோம். അടുത്ത ഒരു മാധ്യമം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ അറിയിക്കുന്നതിന് വേണ്ടി പൗലോസ് ചെയ്തത് വലിയ പ്രാർത്ഥനയായിരുന്നു. ஆமென். மூன்றாவதாக பவுல் இயேசு கிறிஸ்துவை வெளிப்படுத்துவதற்கு தெரிவிப்பதற்கு எடுத்துக்கொண்ட ஒரு முறை ஜெபமாக இருந்தது. പൗലോസിന്റെ പ്രസംഗത്തിന്റെയും എഴുത്തിന്റെയും ഒക്കെ പിന്നിലെ പ്രേരക ഘടകം, അതിന്റെ പ്രേരണ ശക്തി, പ്രചോദന ശക്തി എന്ന് പറയുന്ന പ്രാർത്ഥനയായി. அப்போஸ்தலனாகிய பவுலுடைய பிரசங்கம், எழுத்து இவைகளுக்கு பின்பாக அவரை உந்து சக்தியாக இருந்தது அவருடைய ஜெபமாக இருந்தது. ആ പൗലോസ് പ്രാർത്ഥനയ്ക്ക് ഉപയോഗിച്ച ഒരു വാക്കാണ് പ്രസവ വേദനപ്പെടല്. அந்த பவுல் தன்னுடைய ஜெபத்திற்காக பயன்படுத்தின ஒரு வார்த்தை தான் ഗർഭവേദന என்பது. ഞാൻ പൗലോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ വലിയ പദസമ്പത്തുള്ള ആളായിരുന്നു പൗലോസ്. நான் அப்போஸ்தலனாகிய பவுலை குறித்து கற்றுக்கொள்ளும் போது அவர் மிகவும்
ഐശ്വര്യവാനാக இருந்தார் என்பதை புரிந்து கொண்டேன். നമ്മളൊക്കെ എഴുതുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്താൽ പരിമിതമായ കുറെ വൊക്കാബുലറിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ஆமென். அப்போஸ்தலனாகிய பவுல் நாம் எழுதும்போது நமக்கு சில ஆமென் எல்லைகள் இருக்கிறது. നമ്മൾ എത്ര വാക്കുകൾ ഉപയോഗിച്ചാലും നമ്മുടെ ആശയങ്ങൾ അതുപോലെ തന്നെ പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയുകയില്ല. ஆமென். நாம் எவ்வளவு விரும்பினாலும் நாம் விரும்புகிறதை எழுத்து முறையில் கொண்டு வருவதற்கு கடினமான சூழ்நிலைகள் இருக்கும். പക്ഷെ പൗലോസ് ചെറിയ വാക്കുകളിലൂടെ വലിയ ആഴമുള്ള അർത്ഥങ്ങൾ വെളിപ്പെടുത്തുന്ന ആളായിരുന്നു. அப்போஸ்தலனாகிய பவுல் அதிக வார்த்தைகளை சொந்தமாக வைத்திருந்தார் மட்டுமல்ல, சின்ன விஷயங்களை கூட அவர் எழுதும்போது அதிகமாக அவரால் எழுத முடிந்தது. അതുകൊണ്ടാണ് സെമിനാരികളിലൊക്കെ ഇപ്പൊ നമ്മൾ പഠിക്കുമ്പോഴും പൗലോസിന്റെ ഒരു വാക്ക് തന്നെ നമ്മൾ വളരെ ആഴത്തിൽ പഠിക്കാൻ വലിയ സമയങ്ങൾ വേണ്ടിവരും. ஆகையினால்தான் செமினாரிகளில் இன்றைக்கு நாம் படிக்கும்போது பவுலுடைய சின்ன எழுத்துக்களை கூட கற்றுக்கொள்வதற்கு அநேக மாதங்கள் எடுத்துக்கொண்டு கற்றுக்கொள்கிறோம். പ്രസംഗം എഴുത്ത് ഇത് രണ്ടും താൻ യേശുവിനെ അറിയിക്കുന്നതിന് ഉപയോഗിക്കുമ്പോൾ അതിന്റെ മറ്റൊരു ശക്തിയായി താൻ ഉപയോഗിച്ചത് പ്രാർത്ഥനയാണ്. அப்போஸ்தலனாகிய பவுல் இயேசு கிறிஸ்துவை அறிவிப்பதற்கு பிரசங்கம் எழுத்து என்பதை தெரிந்து கொள்ளும் போது அவைகளை செய்வதற்கு உந்து சக்தியாக ஜெபத்தை எடுத்துக்கொண்டார். ആ പ്രാർത്ഥനയ്ക്ക് പൗലോസ് ഉപയോഗിച്ച വാക്കാണ് പ്രസവ വേദനപ്പെടൽ എന്ന വാക്കാണ്. அப்படி ஜெபிப்பதற்காக அப்போஸ்தலனாகிய பவுல் எடுத்துக்கொண்ட வார்த்தை தான் பிரசவ வேதனை, கர்ப்ப வேதனை என்பது. എന്തിനാണ് പൗലോസ് ട്രവോയിൽ അനുഭവിച്ചത്? எதற்காக அப்போஸ்தலனாகிய பவுல் கர்ப்ப வேதனையை அனுபவித்தார்? പൗലോസ് ഈറ്റുനോവ് അനുഭവിച്ചത്, പ്രസവ വേദനപ്പെടൽ അനുഭവിച്ചത് ക്രിസ്തു അനേകരുടെ ഹൃദയങ്ങളിൽ ഉരുവാകേണ്ടതിന്. ஆமென். அப்போஸ்தலனாகிய பவுல் கர்ப்ப வேதனைப்பட்டது அநேகரில் கிறிஸ்து உருவாக வேண்டும் என்பதற்காக. ഒരുപാട് പദസമ്പത്തുള്ള ആ പൗലോസ് പ്രാർത്ഥനയ്ക്ക് ഉപയോഗിച്ച വാക്ക് ഈ പ്രസവ വേദനപ്പെടൽ എന്ന വാക്കാണ്. அநேக வார்த்தைகளை சொத்தாக வைத்திருந்த பவுல் இந்த ஜெபம் என்று சொல்வதற்கு இயேசுவை அனுபவிப்பதற்கு அறிவிப்பதற்கு அவர் தெரிந்து கொண்ட வார்த்தை கர்ப்ப வேதனைப்படுதல். എന്തിനാണ് ഇത്രയും തീവ്രമായ വേദന പൗലോസ് അനുഭവിച്ചത്? எதற்காக பவுல் இவ்வளவு தீவிரமான வலிகளை அனுபவித்தார்? മറ്റൊന്നിനും വേണ്ടിയല്ലായിരുന്നു, வேறொன்றுக்குமல்ல, ക്രിസ്തു ചില ഹൃദയങ്ങളിൽ ഉരുവാകേണ്ടതിന് വേണ്ടിയായി. கிறிஸ்து சிலருடைய இருதயங்களில் உருவாகும்படியாக கர்ப்ப வேதனைப்பட்டார். ഈ രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ മക്കളോട് ഞാൻ പറയാം, പ്രസവ വേദനപ്പെടൽ പോലെയുള്ള പ്രാർത്ഥന ഉണ്ടെങ്കിൽ ദൈവം ചിലതിനെ ഉരുവാക്കുക തന്നെ ചെയ്യും. ஆமென். இன்றைக்கு இரவிலே ஜெபிக்கிறவர்களை பார்த்து சொல்லுகிறேன், ஆமென், கர்ப்ப வேதனைப்படுகிறதை போன்ற ஆமென் வேதனையோடு ஜெபிக்கிறவர்கள் இருந்தால் சிலருடைய இருதயங்களில் இயேசு உருவாவார். ഈ രാത്രി വിശ്വസിക്കുന്നവർ കൈകൾ ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന് സ്തോത്രം പറയണം. ഇന്ന് இரவிலே കരങ്ങളെ ഉയർത്തി കർത്തരെ മഹിമപ്പെടുത്തുவோம். ചിലതിനെ ഉരുവാക്കാൻ കഴിയുന്ന പ്രാർത്ഥന, ചിലരെ ഉരുവാക്ക முடிகிறதான ஜெபம் ഇന്ന് രാത്രിയിൽ ഇവിടെ ഉയരേണ്ടത് ആവശ്യമാണ്. ഇന്ന് இரவிலே ഇങ്ങിருந்து எழும்ப വേണ്ടിയത് மிக அவசியமாயிருக்கிறது. ഇല്ലാത്ത ചിലതിനെ ഉരുവാക്കി കൊണ്ടുവരുവാൻ കഴിയുന്നത് പ്രസവ വേദനപ്പെടലോടെയുള്ള പ്രാർത്ഥനയാണ്. இல்லாத சிலவற்றை உருவாக்கி கொண்டு வருவது பிரசவ வேதனையை போன்றதான ஜெபம். പൗലോസിന്റെ പരമമായ ലക്ഷ്യം ചില ഹൃദയങ്ങളിൽ കൂടെ ക്രിസ്തു ജനിക്കണമെന്നുള്ളതാണ്. அப்போஸ்தலனாகிய பவுலுடைய லட்சியத்தில் மிக முக்கியமானது ചിലരുடைய ഇരുദയങ്ങളിൽ ക്രിസ്തു ഉരുവാക வேண்டும் என்பதாக. രാത്രി നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം, അനേക ആളുകൾ പ്രസവ വേദനപ്പെട്ടത് കൊണ്ടാണ് ക്രിസ്തു നമ്മളിൽ ഉരുവായത്. ஆமென். இங்கே இருக்கிற எல்லாரும் ஒன்றை புரிந்து கொள்ள வேண்டும், நமக்கு பின்பாக அநேகர் கர்ப்ப வேதனைப்பட்டபடியால் தான் நாம் இன்றைக்கு இங்கே இருக்கிறோம். എനിക്കറിയില്ല ക്രിസ്തു എന്നിൽ ഉരുവാകാൻ ആരാണ് പ്രസവ വേദനപ്പെട്ടതെന്ന് അറിയില്ല. ஆமென். எனக்கு தெரியாது என்னில் கிறிஸ்து உருவாவதற்காக யார் கர்ப்ப வேதனைப்பட்டார்கள் என்று எனக்கு தெரியாது. പക്ഷെ ആരൊക്കെയോ പ്രസവ വേദനപ്പെട്ടതിന്റെ ഫലമാണ് എന്നിൽ യേശു ഉരുവായത്. ஆமென். யாரெல்லாமோ எனக்காக கர்ப்ப வேதனைப்பட்டதின் ஆமென் ஸ்தோத்திர முடிவுதான் என்னில் ഇന്ന് கிறிஸ்து രാത്രി உருவானது. സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം പറയേണ്ടതുണ്ട്. ஆமென். இன்று இரவிலே சந்தோஷத்தோடு ஆண்டவரை துதிக்க வேண்டும். എവിടെ ആരൊക്കെയോ പ്രസവ വേദനപ്പെട്ടതിന്റെ ഫലമാണ് നമ്മുടെ ഹൃദയത്തിൽ യേശു ഉരുവായത്. ஆமென். யாரெல்லாமோ கர்ப்ப வேதனைப்பட்டபடியால் தான் நம்மில் கிறிஸ்து உருவானார். ഇരുട്ട് മൂടിക്കിടന്ന നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വെളിച്ചം വന്നത് എവിടെയോ പ്രാർത്ഥനാ മുറിയിൽ പലരും പ്രസവ വേദനപ്പെട്ടതാണ്. ஆமென். இருள் மூடி இருந்த நம்மில் ஆமென் வெளிச்சம் பிரகாசித்தது யாரோ அறைக்குள்ளே இருந்து நமக்காக
உங்களுக்காக கர்ப்ப வேதனைப்பட்டபடியா. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാണ്, ഈ യോഗത്തിന്റെ പിന്നിൽ ചിലർ പ്രസവ വേദനപ്പെട്ടിട്ടുണ്ട്. ஆமென். இன்று நான் ஆவியில் உணர்ந்து சொல்லுகிறேன், இந்த கூட்டத்திற்கு பின்னால் அநேகர் கர்ப்ப வேதனைப்பட்டிருக்கிறார்கள். ഈ സെന്ററിന്റെ പിന്നിൽ ചിലർ പ്രസവ വേദനപ്പെട്ടിട്ടുണ്ട്. இந்த சென்டருடைய ஊழியத்திற்கு பின்னால் சிலர் கர்ப்ப வேதனைப்பட்டிருக்கிறார்கள். ഇന്നും പ്രവയിൽ അനുഭവിക്കുന്ന ചില ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. இன்றைக்கும் சில கர்ப்ப வேதனைகளை அனுபவிக்கிற சிலர் இங்கே வந்திருக்கிறார்கள். അതുകൊണ്ട് ഒരു കാര്യം ഇന്ന് രാത്രി സംഭവിക്കും. ஆகையால் இன்று இரவிலே ஒன்று சம்பவிக்கும். ചില ഹൃദയങ്ങളിൽ യേശു ഉരുവാകാൻ പോകുകയാണ്. சிலருடைய இருதயங்களில் இயேசு உருவாக போகிறார். യേശു ഇന്ന് രാത്രി ചില ഹൃദയങ്ങളിൽ ഉരുവാകും. இயேசு இன்று இரவிலே சிலருடைய இருதயங்களில் உருவாவார். വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കാം. விசுவாசிக்கிறவர்கள் ஆமென் கர்த்தரை துதித்துக் கொண்டு அமர்ந்திருப்பார். ആത്മാവിൽ പോരാടുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി പോരാടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. ஆவியில் போராடி ஜெபிக்கிற தேவனுடைய பிள்ளைகள் ஆவியில் போராடி ஜெபித்துக் கொண்டே அமர்ந்திருங்கள். അന്ധകാര ശക്തികൾ ഒതുക്കി വെച്ചിരിക്കുന്ന ചില ഹൃദയങ്ങളിൽ ഇന്ന് രാത്രി വെളിച്ചത്തിന്റെ രാജാവ് ഉദയം ചെയ്യാൻ പോവുകയാണ്. ஆமென். இருள் சூழ்ந்திருக்கிற சில இருதயங்களில் வெளிச்சத்தின் ராஜாவாகி இயேசு இன்றைக்கு பிரவேசிக்க போகிறார். പിശാച് ചങ്ങലക്കിട്ട് വെച്ചിരിക്കുന്ന ചില ആളുകളുടെ ഹൃദയങ്ങളിൽ ഇന്ന് രാത്രി യേശു ഉരുവാകും. ஆமென். பிசாசு சங்கிலியினால் கட்டு வைத்திருக்கிற சில இருதயங்களில் இன்று இயேசு உருவாக போகிறார். ഒരുമിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാട്ട്, ആത്മാവിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാട്ട്, ஆமென். ஆவியில் ஒன்றாய் கர்த்தரை துதித்துக் கொண்டே அமர்ந்திருங்கள். നമ്മുടെ ഹൃദയങ്ങളിൽ ക്രിസ്തു ഉരുവാകണം. நம்முடைய இருதயங்களில் கிறிஸ்து உருவாக வேண்டும். യേശു ഹൃദയങ്ങളിൽ ഉരുവായ ദൈവമക്കളൊക്കെ അവിടെ വന്നിരിക്കുന്നത് കൈയടിച്ച് സ്തോത്രം പറയണം. ആമേൻ. അത് ചെറിയ കാര്യമല്ല. നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തു ഉരുവായത് ഒരു ചെറിയ കാര്യമല്ല, മഹാ അത്ഭുതമാണ്. ஆமென். ஸ்தோத்திரம். இங்கே இருக்கிறவர்கள் கிறிஸ்து உருவாயிருக்கிறார். கிறிஸ்து உருவானது சின்ன விஷயம் அல்ல, அது ஒரு பெரிய அற்புதமாக இருக்கிறது. പൗലോസിന്റെ പ്രാർത്ഥനാ മുറിയിൽ പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവ വേദനപ്പെടുകയാണ്. ஆமென். அப்போஸ்தலனாகிய பவுல் தன்னுடைய ஜெப அறையில் ஜெபிக்கிறார். கிறிஸ்து உங்களிடத்தில் உருவாகும் அளவும் உங்களுக்காக நான் கர்ப்ப வேதனைப்படுகிறேன். പ്രാർത്ഥിക്കുന്ന ഒരാൾ പ്രാർത്ഥന വിട്ടുപോകുകയില്ല, അത് സംഭവിക്കുന്നത് വരെയാണ്. ஆமென். ஜெபிக்கிற ஒரு ஆள் அவருக்கு எதற்காய் ஜெபிக்கிறாரோ அது நடைபெறுகிற வரையிலும் தொடர்ந்து ஜெபித்துக் கொண்டே இருப்பார். പൗലോസ് പറയുന്നു, ഉരുവാകുവോളം ഞാൻ പ്രസവ വേദനപ്പെടുകയാണ്. அப்போஸ்தலனாகிய பவுல் சொல்லும், உருவாகும் வரைக்கும் நான் கர்ப்ப ഈ வேதனைப்படுகிறேன். രാത്രിയിൽ എത്ര പേർക്ക് അങ്ങനെ ഒരു ബോധ്യമുണ്ട്? இன்று இரவிலே எத்தனை பேருக்கு அப்படிப்பட்ட ஒரு சிந்தை இருக்கிறது? ഇന്നൊരു വിടുതൽ സംഭവിച്ചിട്ടേ പോകൂ എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളുണ്ടോ? இன்றைக்கு ஒரு விடுதலையை கண்டுவிட்டுதான் நான் செல்லுவேன் என்று எத்தனை பேர் உறுதியாயிருக்கிறீர்கள்? നമ്മുടെ മഹായോഗത്തിൽ ഒരു അത്ഭുതം നടക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളുണ്ടോ? ஆமென். நம்முடைய இந்த பெரிய கூட்டத்தில் ஒரு அற்புதம் நடைபெறும் என்று சொல்லி இருக்கிறவர்கள் இருக்கிறார்களா? ഈ യോഗം കൊണ്ട് ചില ആളുകളുടെ ഹൃദയത്തിൽ ക്രിസ്തു വരണമെന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടോ? ஆமென். இந்த கூட்டத்தின் மூலமாய் சிலரில் கிறிஸ்து வர வேண்டும் என்று ஜெபிக்கிறவர்கள் இருக்கிறீர்களா? അതുവരെ പിന്മാറത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നവരുടെ നടുവിലാണ് അത്ഭുതം നടക്കുന്നത്. ஆமென். அப்படி கிறிஸ்து உருவாகும் வரையிலும் பின்வாங்குவதில்லை என்று சொல்லி இருக்கிறவருடைய இருதயத்தில் അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി കൽപ്പിക്കുകയാണ്. ஆகையால் நாம் ஒன்றாக சேர்ந்து இயேசுவின் நாமத்தில் நாம் கட்டளையிடுகிறோம். എന്താണ് കൽപ്പിക്കാൻ പോകുന്നത്? என்ன கட்டளையிட போகிறோம்? ഇരുട്ട് മൂടിക്കിടക്കുന്ന ചില ഹൃദയങ്ങളിലേക്ക് ഇന്ന് രാത്രി ക്രിസ്തു ഒന്ന് ജനിച്ചു വരണം. ஆமென். இருள் சூழ்ந்திருக்கிற சில இருதயங்களில் கிறிஸ்து இன்றைக்கு ஆமென் உருவாகி வர வேண்டும். ഒരുപാട് ദൈവത്തിന്റെ വചനം കേട്ടവർ ഇവിടെ വന്നിട്ടുണ്ട്. அதிகமான வசனங்களை கேட்டவர்கள் இங்கே வந்திருக்கிறார்கள். എന്നാൽ ഇതുവരെ ക്രിസ്തു നിന്റെ ഉള്ളത്തിൽ ഉരുവായില്ലെങ്കിൽ ഈ രാത്രി അത് ഉരുവാക്കുവാൻ കഴിയുന്നവൻ ഇവിടെ വന്നിട്ടുണ്ട്. ஆமென். இன்று வரையிலும் கிறிஸ்து உன்னில் உருவாகாவிட்டால் Praise the Lord. இன்றைக்கு உருவாக்குகிறவர் ஆமென் உங்களுடைய மத்தியிலே வந்திருக்கிறார். Praise the Lord. ஹalleluya. വിശ്വസിക്കുന്നവരെന്ന് സ്തോത്രം ചെയ്താട്ടെ. விசுவாசிக்கிறவர் கர்த்தரை மகிமைப்படுத்தலாம். അപ്പൊ പൗലോസ് പറയാണ്, ഞാൻ പ്രവയിൽ അനുഭവിക്കുകയാണ്. அப்போஸ்தலனாகிய பவுல் சொல்லுகிறார், நான் கர்ப்ப வேதனைப்படுகிறேன். ഇങ്ങനെ ക്രിസ്തു ഉരുവാകുന്നത് ഒരു സംഭവം പറയാം. இப்படி கிறிஸ்து உருவாவதை குறித்து ஒரு நிகழ்வை சொல்லுகிறேன். ഈ ഉരുവാകൽ ദൈവത്തിന്റെ വചനം കൊണ്ട് നടക്കും, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് നടക്കും. இந்த உருவாகுதல் என்று சொல்வது கர்த்தருடைய வசனத்தினாலும் நடக்கும், கர்த்தருடைய ஆவியினாலும் நடக்கும். ഒരാൾ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത് രണ്ട് ഘടകങ്ങളാണ്.
ஒருவர் இயேசு கிறிஸ்துவை ஏற்றுக்கொள்வதற்கு இரண்டு பகுதிகள் மூலமாக. ഒന്ന് ദൈവത്തിന്റെ വചനമാണ്, ஒன்று கர்த்தருடைய வசனத்தின் மூலமாய், രണ്ട് ദൈവത്തിന്റെ ആത്മാവാണ്, இரண்டாவது கர்த்தருடைய ஆவியானவர் மூலமாய். ആ വചനത്തെക്കുറിച്ച് വീണ്ടും ജനിപ്പിക്കുന്ന വചനത്തെക്കുറിച്ച് പറയുന്നത് കെടുന്ന ബീജത്താൽ അല്ല എന്നാണ് പറഞ്ഞത്. அவன் மறுபடி ஜெனிப்பிக்கிற அந்த வசனத்தை குறித்து கெட்டு போகிறதான ஒன்றினால் அல்ல என்று சொல்லுகிறார். ഒരാളുടെ ഹൃദയത്തിൽ ക്രിസ്തു വന്നവരെ വീണ്ടും ജനനത്തിലേക്ക് നടത്തുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രധാന ഘടകം ദൈവത്തിന്റെ വചനം. ஆமென். கிறிஸ்து ஒருவரில் உருவாகி அவர்களை நடத்துகிறதற்கு மிக முக்கியமாக இருப்பது கர்த்தருடைய ஆவியானவர். അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം ഇങ്ങനെ കേട്ടുകൊണ്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന ഇരിപ്പിലാണ് ദൈവം ആളുകളെ രൂപാന്തരപ്പെടുത്തുന്നത്. அப்படி வசனத்தை கேட்டுக்கொண்டே இருக்கும் பொழுதுதான் கர்த்தருடைய ஆவியானவர் ஆமென் உருமாற்றத்தை கொடுப்பார். നമ്മളൊക്കെ രൂപാന്തരപ്പെട്ട ദിവസത്തെ ഒന്ന് ഓർത്തേ. ஆமென். நாம் ரூபாந்தரப்பட்ட அளவு உருமாற்றம் அடைந்த அந்த நாளை ஒன்று நினைத்து பாருங்கள். നമ്മൾ യേശുവിനെ സ്വീകരിച്ച ദിവസത്തെക്കുറിച്ച് ഒന്ന് ഓർത്തേ. நாம் இயேசு கிறிஸ்துவை ஏற்றுக்கொண்ட அந்த நாளை ஒன்று நினைத்து பாருங்கள். നമുക്ക് മാനസാന്തരം സംബന്ധിച്ച സമയത്തെക്കുറിച്ച് ഒന്ന് ഓർത്തേ. நாம் மனம் திரும்பின அந்த நிகழ்வை அந்த நாளை ஒன்று நினைத்து பாருங்கள். തൊട്ടടുത്ത് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന ആളറിഞ്ഞില്ല. நம்முடைய அருகில் இருபக்கமே இருந்தவர்கள் அதை புரிந்து கொள்ளவில்லை, அறியவில்லை. ആരും അറിയാതെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരാൻ കഴിവുള്ളതാണ് വചനം. ஆமென். ஒருவருக்கும் தெரியாமல் இருதயத்திற்குள்ளே வருவதற்கு வல்லமை உள்ளதுதான் கர்த்தருடைய வார்த்தை. ഈ രാത്രി ഞാൻ പറയാം, ഇടത്തും വലത്തും ഇരിക്കുന്നവരറിയാതെ നിങ്ങൾക്ക് വേണ്ടി വചനം അത്ഭുതം ചെയ്യും. ஆமென். இன்றைக்கு நான் சொல்லுகிறேன், இடது பக்கமும் வலது பக்கம் இருக்கிறவர்களுக்கு தெரியாமல் வசனம் உங்களில் கிரியை செய்யும். യേശു ഇതുവരെ ഉള്ളത്തിൽ വരാത്ത നിങ്ങൾ ഇന്ന് രാത്രി ക്രിസ്തുവിനെ കേൾക്കുമ്പോൾ ഇടത്തും വലത്തും ഇരിക്കുന്നവരറിയാതെ നിങ്ങളുടെ உள்ளத்தில் கிறிஸ்து வரும். ஆமென். இதுவரையிலும் இயேசுவை அறியாத நீங்கள், உங்களுடைய இருபக்கமும் அறியாது இருக்கிற அவர்கள் அறியாமல் கிறிஸ்து உங்களில் உருவாவதே இன்றைக்கு நடக்கும். നിങ്ങൾ ഇന്നൊരു രോഗിയായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. நீங்கள் ஒரு வியாதிஸ்தராய் இந்த இடத்தில் வந்திருக்கிறேன் வைத்துக் கொள்ளுங்கள். തൊട്ടടുത്തിരിക്കുന്ന ആളിന് അറിയത്തില്ല, அருகில் இருக்கிற நபருக்கு தெரியாது, ആർക്കും മനസ്സിലായിട്ടില്ല, ஒருவரும் புரிந்து கொள்ளவும் மாட்டார்கள். പക്ഷെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ஆனா நான் உங்களுக்கு ஒன்று சொல்லுகிறேன். പ്രസംഗിക്കുന്ന ഞങ്ങൾക്കറിയില്ല, பிரசங்கம் பண்ணுகிற எங்களுக்கும் தெரியாது, കിങ്സ്ലി പാസ്റ്റർക്ക് അറിയില്ല, கிங்ஸ்லி பாஸ்டருக்கும் தெரியாது. പക്ഷെ വചനത്തിന് അറിയാം. ഇന്ന് രാത്രിയില് ஆனால் வசனத்துக்கு இன்று இரவிலே தெரியும். ദൈവത്തിന്റെ ആത്മാവിന് അറിയാം. தேவனுடைய ஆவியானவருக்கு നീ தெரியும். ഏത് ഭാരവുമായിട്ട് ഇവിടെ വന്നിരിക്കുന്നു എന്ന് അറിയുന്ന ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഇവിടെ പ്രവഹിക്കുന്നുണ്ട്. நீ எப்பேற்பட்ட பாரத்தோடு இங்கே வந்திருக்கிறாய் என்பதை குறித்து நன்றாய் அறிந்திருக்கிற கர்த்தருடைய ஆவியானவர் இந்த இடத்தில் ஒழுகிக் വലിയ கொண்டிருக்கிறார். മാനസിക പ്രശ്നത്തോടെയാണ് ഇന്ന് രാത്രി നിങ്ങൾ വന്നിരിക്കുന്നെങ്കിൽ ഞങ്ങൾ ആരും അറിയേണ്ട, ഈ വചനത്തിനും ആത്മാവിനും അവിടെ തൊടാനായിട്ട് കഴിയും. ஆமென். பெரிய மனபாரத்தில் நீங்கள் வந்திருப்பீர்களானால் இங்க இருக்கிற யாருக்கும் தெரியாமல் இந்த வசனம் உங்களை தொடும். അങ്ങനെ ഒരു ശക്തിയുള്ള ഒരു വചനം ഈ ഭൂമുഖത്തുണ്ടെങ്കിൽ അതിവിശുദ്ധ വചനമാണ്. அப்படிப்பட்டதான வல்லமையுள்ள ஒரு வசனம் இருக்குமேயானால் அது நம்முடைய வேத வசனம் மட்டுமே. അതുകൊണ്ട് അനങ്ങാതെ കേട്ടുകൊണ്ടിരുന്നു. ஆகையால் நீங்கள் அமைதியாக அசையாமல் கேட்டுக்கொண்டே அமர்ந்திருங்கள். പക്ഷെ അഴിച്ചുവിട്ട ഒരു സിംഹം ഇര പിടിക്കുന്നത് പോലെ വചനം ഇര പിടിച്ചു മടങ്ങി വരും. ஆமென். ஸ்தோத்திரம். பசியாயிருக்கிற ஒரு சிங்கம் இரையை பிடித்துக்கொண்டு திரும்பி வருகிறதை போன்று വിശ്വാസമുള്ളവർ കരം ഉയർത്തിപ്പിടിച്ചെന്ന് സ്തോത്രം ചെയ്താട്ടെ. விசுவாசமுள்ளவர்கள் கரங்களை உயர்த்தி கர்த்தரை மகிமைப்படுத்தலாம். ഈ രാത്രി കരം അടിച്ചു ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. ஆமென். கர்த்தரை கரங்களை தட்டி கர்த்தரை மகிமைப்படுத்தலாம். യേശുവിന്റെ അധികാരമുള്ള നാമത്തില്, இயேசுவின் அதிகாரமுள்ள நாமத்தில் ഇന്ന് രാത്രി ചില ഹൃദയങ്ങളെ ദൈവാത്മാവ് തൊടട്ടെ. இன்று இரவிலே சில இருதயங்களை ஆவியானவர் தொடுவாராக. ചില രോഗബന്ധനങ്ങളെ ദൈവത്തിന്റെ വചനം അഴിച്ചു മാറ്റട്ടെ. சில வியாதியின் கட்டுகளை ஆவியானவர் அவிழ்த்து மாற்றுவாராக. നിങ്ങളുടെ ചില മാനസിക പ്രശ്നങ്ങൾ വചനം ഇന്ന് രാത്രി അഴിച്ചു മാറ്റട്ടെ. சில மனக்குழப்பங்களை மனப்பிரச்சனைகளை இன்று இரவிலே ஆண்டவர் மாற்றுவாராக. പ്രശ്നം ആർക്കും അറിയില്ലെങ്കിലും ദൈവത്തിന്റെ ആത്മാവിനറിയാം. உங்களுக்கும் எனக்கும் இருக்கிற பிரச்சனைகளை யாரும் அறியாதிருந்தாலும் ஆவியானவருக்கு நன்றாய் தெரியும். അപ്പൊ വചനത്തിന് അത്രമാത്രം ശക്തിയുണ്ട്, வசனத்திற்கு அவ்வளவு வல்லமை உண்டு. അതുകൊണ്ടാണ് യേശുവിന്റെ വചനം പ്രസംഗിക്കുന്നിടത്ത് ஆகினால் தான் இயேசுவின் வசனம் பிரசங்கம் பண்ணுகிற இடத்தில் ആര് തടഞ്ഞു വെച്ചാലും, யார் தடை செய்தாலும், ഏത് മതം തടഞ്ഞു വെച്ചാലും, எந்த மதம் தடை செய்தாலும், ഏത് സമുദായം തടഞ്ഞു വെച്ചാലും, எப்பேற்பட்ட சமுதாயம் தடுத்தாலும், ഏത് പിശാച് കെട്ടിയിട്ടാലും, எவ்வளவு அவன் பிசாசு கட்டி ഈ வைத்திருந்தாலும், വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ இந்த വசனம் பிரசங்கித்துக் கொண்டிருக்கும் போது വലത്തും ഇരിക്കുന്നവരറിയാതെ இடதும் வலது பக்கமும் இருக்கிறவர்களுக்கு യേശുവിന്റെ தெரியாது. ഹൃദയത്തിലേക്ക് വരും.
വരൂ. യേശുവിന്റെ ഹൃദയത്തിൽക്കുൾ വരൂ. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഇരവിലെ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൽപ്പിക്കുകയാണ്. ഞങ്ങൾ ഒന്നായി കട്ടളയിടുகிறோம். ചില പൈശാചിക ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിഞ്ഞു മാറിയിട്ട് അവിടെ യേശു സ്ഥാനം പിടിക്കുമെന്ന് രാത്രി. ആമേൻ. ചില പിശാചുകളുടെ കട്ടികൾ അവിടുത്തെ മാറ്റപ്പെട്ട് அந்த இடத்தில் യേശു അമർന്നിരിക്കുന്നു. സ്തോത്രം പറ. അന്യഭാഷ പറയുന്നവർ പറഞ്ഞാട്ടെ, അടങ്ങിയിരിക്കണ്ട. ഞാൻ പറയുന്നത് വചനം പ്രസംഗിക്കുന്ന ഇടത്ത് ആരും അറിയാതെ ഇരിക്കുമ്പോൾ തന്നെ ഹൃദയങ്ങളിൽ യേശു രൂപാന്തരപ്പെടുകയാണ്. ഉരുവാകുകയാണ്. யாரும் மௌனமாயிருக்க வேண்டாம். வசனத்தை கேட்டுக்கொண்டிருக்கும் போது യേശു உங்களிൽ உருவாவார். Praise the Lord. Hallelujah. അപ്പോൾ വചനം ആളുകളിൽ ക്രിസ്തുവിനെ ഉരുവാക്കും. വസനം ജനങ്ങളിൽ ക്രിസ്തുവെ ഉരുവാക്കും. നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാ? നാമെല്ലാം രക്ഷിക്കപ്പെട്ടതും തപ്പിത്തുകൊണ്ടതും എപ്പടി? ഞാൻ അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ളത് ലോകത്തിൽ എത്രയോ വലിയ വിജ്ഞാനപ്രദമായ പ്രസംഗങ്ങൾ നടക്കുന്നുണ്ട്. ആമേൻ. ഉലകത്തിലെ എவ்வளவு വിശേഷமான പ്രസംഗങ്ങൾ നடைபெற்றுകൊണ്ടിരിக்கிறது. എത്രയോ വിജ്ഞാനപ്രദമായ പ്രസംഗങ്ങൾ, എவ்வளவோ വിജ്ഞാനം സാർന്നതാണ് പ്രസംഗങ്ങൾ. പക്ഷെ സാധാരണക്കാരായ നമ്മള് ഇങ്ങനെ വചനം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരിക്കലും ഇറങ്ങി വരത്തില്ലെന്ന് പറഞ്ഞ ആളുകൾ യേശുവിന്റെ സന്നിധിയിലേക്ക് വരും. ആമേൻ. സാധാരണമാனவர்களாக நாம் ஒரு நாளும் வரமாட்டோம் என்று சொல்லிக் கொண்டிருந்த நபர்கள் நம்முடைய பிரசங்கத்தை கேட்டு முன்பாக இயேசுவை ஏற்றுக்கொள்ள வருகிறார். നമുക്ക് ഇന്നും വചനം പ്രസംഗിക്കാനുള്ള ശക്തി എന്താണെന്നറിയോ? இன்றைக்கும் நமக்கு வசனம் பேசுவதற்கான வல்லமை என்னவென்றால் നമ്മൾ ഇതങ്ങ് പറഞ്ഞാൽ മതി. நாம் இதை சொன்னால் போதும். ഇതിന് പ്രത്യേക വലിയ ഭാഷയൊന്നും വേണമെന്നില്ല. இதற்கு விசேஷமான மொழி என்றும் தேவையில்லை. ഇതിന് വലിയ പ്രാസമൊന്നും വേണമെന്നില്ല. இதற்கு பெரிய அறிவுகள் வேண்டும் என்றில்லை. കാരണം വചനത്തിന് തനതായ ശക്തിയുണ്ട്. ஏனென்றால் வசனத்திற்கு தானாகவே வல்லமை உண்டு. പറയുന്ന ആളിന്റെ ശക്തി ഇതിന് വേണ്ട. ആമേൻ. பேசக்கூடிய நபருடைய வல்லமை இதற்கு தேவையில்லை. നമ്മുടെ ആരുടെയും പിന്തുണ വചനത്തിന് വേണ്ട. നമ്മൾ யாருடைய ആമേൻ സപ്പോർട്ടും അതിക്ക് தேவையில்லை. ഞങ്ങളൊക്കെ വചനം പറയാൻ നിൽക്കുമ്പോൾ പലപ്പോഴും ക്ഷീണിച്ചാണ് നിൽക്കുന്നത്. நாங்கள் अनेक நேரங்களில் வசனத்தை பேசும்போது பலவீனத்தோடு நிற்போம். ശുശ്രൂഷിക്കാൻ നിൽക്കുമ്പോൾ ക്ഷീണിച്ചാ നിൽക്കുന്നത്. ஊழியத்திற்கு நிற்கும்போது பலவீனத்தோடு நிற்போம். പക്ഷെ യോഗം കഴിയുമ്പോൾ ചിലർ പറയും, എന്നെ ഇന്ന് രാത്രി ദൈവാത്മാവ് തൊട്ടെന്ന് പറയും. ആമേൻ. കൂട്ടം முடியும் போது சிலர் சொல்வார்கள், இன்று என்னை ஆவியானவர் தொட்டார் என்று. ചിലർ പറയും, ഇന്ന് രാത്രി എന്റെ കെട്ടുകൾ അഴിഞ്ഞു പാസ്റ്റർ. சிலர் சொல்வார்கள், என்னுடைய கட்டு அவிழ்ந்தது என்று சொல்வார்கள். പ്രസംഗിച്ച പാസ്റ്റർ പോലും അറിഞ്ഞില്ല. ആമേൻ. പ്രസംഗിத்த പാസ്റ്റർക്ക് கூட தெரியாது. ഇതിങ്ങനെ പെനിട്രേറ്റ് ചെയ്യുന്ന വചനമാണ്. ആമേൻ. ഇത് കൂർമയായി പായ്ந்து செல்லுகிற വചനം. അതുകൊണ്ട് ആത്മാവിൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു ഇന്ന് രാത്രിയിലെ. ആകയാൽ இன்று ஆவியிலே நாங்கள் சொல்லுகிறோம், വചനം ഇന്ന് രാത്രിയിൽ ആളുകളുടെ ഹൃദയങ്ങളിൽ ക്രിസ്തുവിനെ ഉരുവാക്കും. വചനം ഇன்று ആൾക്കളും ജനങ്ങളുടെ ഹൃദയത്തിൽ ക്രിസ്തുവെ ഉരുവാക്കും. സുവിശേഷം പ്രസംഗിക്കുന്ന ദൈവദാസന്മാരെല്ലാം, ஆகையால் சுவிசேஷத்தை பிரசங்கம் பண்ணுகிற ஊழியர்கள் எல்லாரும் കിട്ടുന്ന ഇടങ്ങളിലെല്ലാം അങ്ങ് പ്രസംഗിക്കുക. கிடைக்கிற இடங்களில் எல்லாம் பிரசங்கம் பண்ண வேண்டும். കിട്ടുന്ന ഇടങ്ങളിലെല്ലാം പ്രസംഗിക്കുക. கிடைக்கிற இடங்களில் எல்லாம் பிரசங்கம் பண்ண வேண்டும். അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്നൊന്നും നമുക്കറിയില്ല. அப்பொழுது என்ன நடைபெறுகிறது என்று நமக்கு தெரியாது. പക്ഷേ ഹൃദയങ്ങളിൽ യേശു ഉരുവാകും. ஆனால் இருதயங்களில் இயேசு உருவாவார். കെട്ടുകളെ യേശു അഴിക്കുന്നു. கட்டுகளை இயேசு அவிழ்ப்பார். രോഗികളെ സൗഖ്യമാക്കുന്നു. வியாதிஸ்தர்களை குணமாக்குவார். ഭൂതഗ്രസ്തരെ വിടുവിക്കുന്നു. பிசாசுகளை விடுவிப்பார். ചങ്ങലക്ക് കിടക്കുന്നവനെ അഴിച്ചു കൊണ്ടുവരുന്നു. கட்டப்பட்டவருடைய கட்டுகளை அவிழ்த்தெடுப்பார். ആ ശക്തിയുള്ള ഒരേ ഒരു വചനം, ஆமென், அப்படிப்பட்ட வல்லமையுள்ள ஒரே ஒரு வசனம் അത് യേശുക്രിസ്തുവിന്റെ വചനമാണ്. அது இயேசு கிறிஸ்துவின் வசனமாய். കരമുയർത്തിയ നാമേൻ പറയാം. கரங்களை உயர்த்தி ஆமென் சொல்லுவோம். രണ്ടാമത്തെ കാര്യമാണ് ദൈവത്തിന്റെ ആത്മാവ്. இரண்டாவது தேவனுடைய ஆவியானவர். അപ്പൊ ക്രിസ്തു ഉരുവാകുന്നതിന് രണ്ട് ഘടകങ്ങൾ പ്രവർത്തിക്കുകയാണ്. கிறிஸ்து உருவாவதற்கு இரண்டு பகுதிகள் கிரியை செய்கிறது. രണ്ടാമത്തെ ഘടകം ദൈവത്തിന്റെ ആത്മാവാണ്. இரண்டாவது பகுதி கர்த்தருடைய ஆவியானவர். നമ്മുടെ ദൈവവചനം ദൈവമക്കൾ കൂടി വരുന്ന ഇടത്തെല്ലാം വചനത്തിന് വലിയ പ്രസക്തിയാണ്. ஆமென். நம்முடைய தேவனுடைய பிள்ளைகளாகிய நாம் கூடி வருகிற இடங்களில் எல்லாம் வசனத்திற்கு முக்கியத்துவம் உண்டு. ഇന്ന് നിങ്ങൾ ഇവിടെ വന്നത് ആരെയും കാണാൻ വേണ്ടിയല്ല. நீங்கள் இங்கே வந்தது யாராவது ஒரு நபரை பார்ப்பதற்கல்ல, വചനം കേൾക്കാൻ വേണ്ടിയാണ്. வசனத்தை கேட்கும்படியா வந்திருக்கிறீர்கள். വചനത്തിന് മാത്രമാണ് ശക്തിയുള്ളത്. ஏனென்றால் வசனத்திற்கு மட்டுமே வல்லமை உண்டு. വചനത്തിന്റെ ശക്തി അളക്കാൻ പറ്റുകയില്ല. வசனத்தினுடைய வல்லமையை அளவிட முடியாது. ഇങ്ങനെ പ്രസംഗിച്ചു കൊണ്ടേ നിൽക്കുമ്പോൾ, இப்படி பிரசங்கித்துக் கொண்டே இருக்கும்போது ഈ വചനം ആളുകളിലേക്ക് എത്തിച്ചേരുകയാണ്. இந்த வசனம் ஆட்களுடைய அருகில் செல்லும். രാജ്യങ്ങളെ പിടിച്ചടക്കുകയാണ്. ஆமென். ராஜ்யங்களை பிடித்தடக்கும். പട്ടണങ്ങളെ പിടിച്ചടക്കുകയാണ്. ஆமென். அரண்மனைகளை பிடித்தடக்கும். അത്തരമൊരു ശക്തിയുള്ളത്
அவ்வளவு வல்லமை உள்ளது. ഈ വചനത്തിന് മാത്രമാണ്. இந்த வசனத்திற்கு மட்டுமே அப்படிப்பட்ட வல்லமை അറിയാമോ உள்ளது. ഇന്ന് രാത്രിയില്? ஆமென். அப்படி ஆமென் சொல்லலாமா என்று? രണ്ടാമത്തെ കാര്യം പരിശുദ്ധാത്മാവാണ്. இரண்டாவது பரிசுத்த ஆவியானவர். പരിശുദ്ധാത്മാവ് ഉരുവാക്കുന്നതിന്റെ പ്രത്യക്ഷമായ തെളിവ് വിശുദ്ധ വചനത്തിലുണ്ട്. பரிசுத்த ஆவியானவர் உருவாக்குகிறவர் என்பதற்கான வெளிப்படையான ஆதாரங்கள் வேதத்தில் இருக்கிறது. അത് യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയോടുള്ള ബന്ധം. அது இயேசு கிறிஸ்துவுடைய பிறப்போடு தொடர்பிலே இருக்கிறது. നമുക്കറിയാം മറിയയുടെ അടുക്കൽ ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷനാകുന്ന സമയം. நமக்கு தெரியும் மரியாளுடைய அருகில் தேவனுடைய தூதன் வெளிப்பட்டார். ദൂതൻ പ്രത്യക്ഷനായിട്ട് മറിയയില് ഒരു ഉരുവാകൽ സംഭവിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞു. தூதன் வெளிப்பட்டு மரியாளை பார்த்து அவளிடத்தில் உருவாகக்கூடிய ஒரு நிகழ்வை சொல்லுகிறார். നമുക്ക് പലപ്പോഴും ദൂതൻ പറഞ്ഞാൽ പോലും വിശ്വാസം വരത്തില്ല. நமக்கு അനേക നേരങ്ങളിലെ ദൂതൻ சொன்னா கூட നമ്മിൽ விசுவாசம் வராது. ചിലര് ദൂതൻ നേരിട്ട് വന്ന് പറയാനിരിക്കുകയാണ്. ചിലരെല്ലാം தூதன் നേരെ வந்து சொல்லுவார் என்று காத்துக்கொண்டிருக்கிறார்கள். അപ്പൊ ദൂതൻ നേരിട്ട് പറയുന്ന കാലം തീർന്നു. தேவன் தூதர்கள் நேரிட்டு சொல்லக்கூடிய அந்த காலம் முடிந்து போனது. ഇനി ആരോടും ദൂതൻ നേരിട്ട് വന്ന് പറയത്തില്ല. இனி யாரிடத்திலும் தூதன் நேரடியாக வந்து சொல்வதில்லை. അത് മറിയയുടെയും പൗലോസിന്റെ ഒക്കെ കാലം കൊണ്ട് തീരുക. அது மரியாள் அப்போஸ்தலர்கள் பவுலுடைய காலங்களோடு அது முடிந்தது. ഇപ്പൊ ഞങ്ങളാണ് ദൂതൻ. ഇന്നത്തെ ദൂതൻ ഞാനാണ്. ஆமா, இப்பொழுது நாங்கள் தான் தூதர்கள். இன்றைக்கு நான் உங்களுக்கு முன்பாக தூதனாக ഒരുപാട് ദൂതന്മാരിപ്പുണ്ട്. இங்கே அநேக தூதர்கள் அமர்ந்திருக்கிறார்கள். ഇനി ഞങ്ങൾക്ക് ഈ പറയപ്പെട്ട ദൂതന്റെ അത്രയും പരിശുദ്ധി ഒന്നും ഇല്ലെങ്കിൽ ദൈവം ഇപ്പൊ ഞങ്ങളെ ഉപയോഗിക്കും. ஆமென். இந்த சொல்லப்பட்ட தூதருடைய அளவுக்கு எங்களில் பரிசுத்தம் இல்லாவிட்டாலும் இப்பொழுது நாங்கள் தான் தூதர்கள். കാരണം ദൈവത്തിന് വേറെ മാർഗമില്ല. ஏனென்றால் தேவனுக்கு வேறு வழி இல்லை. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് അത്രയും വലിയ പരിശുദ്ധി ഒന്നും ഇല്ലെങ്കിൽ ഞങ്ങളെ തന്നെയാണ് ദൂത് പറയാൻ വിടുന്നത്. ஆமென். ஆகையினால் பெரிய பரிசுத்தம் ஒன்றும் இல்லாவிட்டாலும் தேவன் செய்தியை கொடுப்பதற்கு எங்களைத்தான் அனுப்பி இருக்கிறார். അതുകൊണ്ട് ദൂതന്മാരെല്ലാം ഒരു കാര്യം ഓർത്തോണം. ஆகையினால் தூதர்கள் எல்லாரும் ஒன்றை புரிந்து கொள்ள வேண்டும். നമ്മുടെ പരിശുദ്ധിയുടെ കൂടുതൽ കൊണ്ടൊന്നും അല്ല നമുക്ക് ഈ ദൂത് തരുന്നത്. ஆக நம்முடைய பரிசுத்தத்தினுடைய மிகுதியினால் அல்ல தேவன் நமக்கு இந்த செய்தியை நம்மிடத்தில் தந்திருப்பது. കാരണം ദൈവത്തിന് വേറെ മാർഗമില്ല. ஏனென்றால் தேவனிடத்தில் வேறு வழி இல்லை. இனி നമ്മളെ കൊണ്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത്. இது நம்மை கொண்டு வைத்து தேவன் இந்த காரியங்களை செய்கிறார். അപ്പൊ ഇന്നത്തെ ദൂതൻ ഞാനാണ്. இன்றைக்குள்ள தூதன் நான். ഈ ദൂത് പറയുമ്പോൾ വിശ്വസിക്കാൻ പലപ്പോഴും പറ്റത്തില്ല. இந்த செய்தியை சொல்லும் போது நம்புவதற்கு அநேக நேரங்களில் முடியாமல் போகலாம். കേരളത്തിലൊക്കെ ആണെങ്കിൽ കേരളത്തിലല്ല ഇവിടെ ദൂതൻ ചെല്ലുമ്പോ ഉടനെ അടിമുടിയൊന്ന് നോക്കൂ എങ്ങനെയുണ്ട്. தூதன் சென்ற உடனே அவர் மேலிருந்து கீழ் வரைக்கும் பார்ப்பார்கள். ഓ ദൂതൻ പോരാ, இந்த தூதன் போதாது, വിലയിരുത്തി കഴിഞ്ഞു. அவர்கள் விலை மதிப்பிடுவார்கள். அவருக்கு ഇവിടെ അങ്ങനെ അല്ലെന്നാ എനിക്ക് തോന്നുന്നത്. இங்கே அப்படி இல்லை என்று நான் நினைக்கிறேன். എന്തായാലും ഒരു കാര്യം പറയാം. என்ன இருந்தால் ஒன்றை சொல்லுகிறேன். ഇന്ന് രാത്രി ദൈവത്തിനൊരു ദൂത് പറയാനുണ്ടെങ്കിൽ ആ ദൂത് പറയാൻ ദൈവം ഞങ്ങളെ വിട്ടിരിക്കുക. அவன் இன்று இரவிலே தேவனுக்கு ஒரு செய்தி சொல்ல வேண்டுமேயான தூது சொல்ல வேண்டுமேயானால் அதற்காக தேவன் எங்களை அனுப்பி இருக்கிறார். മറിയയുടെ അടുത്ത ദൂതൻ ചെന്നിട്ട് പറഞ്ഞു, നിന്നിൽ ഒരു ഉരുവാകൽ നടക്കാൻ. மரியாளிடத்திலே போய் தூதன் சொன்னார், உன்னில் ஒன்று உருவாக போகிறது என்று சொன்னார். മറിയ പറഞ്ഞു, അത് സംഭവിക്കത്തില്ല. மரியாள் சொன்னால் அதற்கு வாய்ப்பில்லை. എന്താ സംഭവിക്കാത്തത്? ஏன் வாய்ப்பில்லை என்று சொன்னால், മറിയ പറഞ്ഞതാണ് കറക്റ്റ്. மரியாள் சொன்னதுதான் சரி. കാരണം നമ്മൾ ഒരു കാര്യത്തെ വിലയിരുത്തുമ്പോ நாம் ஒன்றை மதிப்பிடும் போது നമ്മുടെ യുക്തി പെട്ടെന്ന് പ്രവർത്തിക്കും. நம்முடைய யுக்தி, நம்முடைய புத்தி சீக்கிரமாக வெளிப்படும். കാര്യകാരണ സഹിതം നോക്കിയാൽ നടക്കത്തില്ല. இதற்கு காரணங்களும் சூழ்நிலைகளையும் பார்த்தால் நடப்பதற்கு வாய்ப்பில்லை. കാരണം യുക്തി കൊണ്ട് നമ്മൾ പരിശോധിക്കുക. ஏனென்றால் நம்முடைய புத்திகள் நம்முடைய யுக்தியை கொண்டு நாம் சோதித்து பார்த்தோம். പക്ഷേ ഇന്ന് രാത്രി നമ്മൾ ഒരു കാര്യം ഓർക്കണം. ദൈവത്തിന്റെ ദൂതൻ പറയുന്നത് യുക്തിയെ കുറിച്ചല്ല, യുക്തിയല്ല പറയുന്നത്. അവൻ தேவனுடைய தூதன் சொல்லுவது அவன் யுக்திக்கு உள்ளே நிற்கிற ஒன்றை அல்ல. ദൈവത്തിന്റെ ദൂതൻ ശക്തിയെ കുറിച്ചാണ് പറയുന്നത്. தேவனுடைய தூதன் சக்தியை குறித்து சொல்லுகிறார். മറിയ പറയാണ് സംഭവിക്കാൻ സാധ്യതയില്ല. மரியாள் சொல்லுகிறார், நடப்பதற்கு சூழ்நிலை வாய்ப்பில்லை, ഉരുവാകാൻ ഒരു സാധ്യതയില്ല, உருவாவதற்கு வாய்ப்பு இல்லை. കാര്യകാരണ സഹിതം പരിശോധിച്ചിട്ട് സംഭവിക്കാൻ സാധ്യതയില്ല. சூழ்நிலைகள் காரணங்கள் எல்லாவற்றையும் சோதித்து பார்த்தும் நடப்பதற்கு வாய்ப்பில்லை. പക്ഷെ ദൂതൻ പറയുന്നത് ശക്തിയെ കുറിച്ചാണ്. ஆனால் தூதன் சொல்லுவது வல்லமையை குறித்து. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞല്ലോ, ഉരുവാകൽ നടക്കും. இன்றைக்கு இரவிலே உருவாகுதல் நடக்கும் என்று நான் சொன்னது. ഈ രാത്രി രോഗി സൗഖ്യമാകും. இன்று இரவிலே வியாதிஸ்தர்கள் குணமாவார்கள். പിശാചിന്റെ കെട്ടുകൾ അഴിയും. பிசாசினுடைய கட்டுகள் அவிழும். ആളുകൾ യേശുവിനെ സ്വീകരിക്കും. ஜனங்கள் இயேசுவை ஏற்றுக்கொள்வார்கள் എന്ന് നമ്മൾ പറയാൻ കാരണം
என்று நாம் சொல்வதற்கு காரணம் നമ്മുടെ യുക്തി കൊണ്ടല്ല, அவன் நம்முடைய புத்தியினால் அல்ல, ദൈവത്തിന്റെ ശക്തി കൊണ്ടാണ് അത് தேவனுடைய സംഭവിക്കുന്നത്. வல்லமையினால் அது நடைபெறுகிறது. ഈ രാത്രി ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവപൈതലേ, இன்று இரவிலே தேவனுடைய சமூகத்தில் அமர்ந்திருக்கிற നിന്നോട് தேவனுடைய ദൈവത്തിന്റെ பிள்ளையே, ആത്മാവ് പറയുകയാണ്, உன்னிடத்தில் தேவனுடைய ஆவியானவர் ചില சொல்கிறார், ഉരുവാകൽ സംഭവിക്കൂ. சில உருவாகுதல் நடைபெறப் போகிறது. ഒന്നുമില്ലാത്ത ഇടത്ത് ஒன்றுமில்லாத இடத்தில் കാര്യകാരണ സഹിതം നീ വിലയിരുത്തിട്ട് നോ എന്ന് പറയുന്ന ഇടത്ത്, அவன் சூழ்நிலைகளை சோதித்து பார்த்து நீ முடியாது என்று சொல்லுகிற இடத்தில் നിന്റെ യുക്തി മാറ്റിവെക്കുക. அவன் உன்னுடைய புத்தியை நீ மாற்றிவை. ദൈവത്തിന്റെ ശക്തി നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന്. தேவனுடைய சக்தி உனக்காக கிரியை செய்ய போகிறது. യുക്തിരഹിതമായ സമയത്ത് ശക്തി പ്രവർത്തിച്ച് കണ്ടിട്ടുള്ള അനുഭവമുള്ള ദൈവമക്കൾ ഇവിടെ ഇരിപ്പില്ലേ? அவன் நம்முடைய யுக்தி தோற்று போய் தேவனுடைய வல்லமை வெற்றி பெற்றதை அனுபவித்த ஜனங்கள் இங்கே அமர்ந்திருக்கிறீர்கள். യുക്തി അഫലമായ സന്ദർഭങ്ങളില്ലേ? அவன் நம்முடைய யுக்தி தோற்று போன நேரம் இருக்கிறது. ആ സമയത്ത് പ്രവർത്തിച്ച ദൈവശക്തി ഉണ്ടല്ലോ, அந்த நேரங்களில் கிரியை செய்த தேவனுடைய வல்லமை അത് இருக்கிறது. അനുഭവിച്ച ദൈവമക്കളല്ലേ ഇവിടെ ഇരിക്കുന്നത്? அதை அனுபவித்த தேவனுடைய பிள்ளைகள் நீங்கள் இங்கு அமர்ந்திருக்கிறீர்கள். അതുകൊണ്ടാണ് ആദ്യമേ ആത്മാവ് പറഞ്ഞു, ஆகையினால்தான் முதலிலே ஆவியானவர் சொன்னார், ഇന്ന് രാത്രി ചില ഉളവാക്കാൻ കഴിയുന്നവൻ ഇവിടെ വന്നിട്ടുണ്ട്. இன்று இரவிலே சிலவற்றை உருவாக்க முடிகிறவர் இங்கே வந்திருக்கிறார். എങ്ങനെ ഉളവാകും? எப்படி உருவாகும்? യുക്തി കൊണ്ടല്ല, ஆமென். நம்முடைய யுக்தியினால் அல்ல, അത്യുന്നതന്റെ ശക്തി കൊണ്ട് സംഭവിക്കൂ. சர்வ வல்லமையுடைய வல்லமையினால் நடைபெறும். അത്യുന്നതന്റെ ശക്തി കൊണ്ട് സംഭവിക്കൂ. ஆமென். உன்னதமானவருடைய வல்லமையினால் நடைபெறும். വിശ്വസിക്കുന്നവർ ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. விசுவாசிக்கிறவர்கள் ஒன்றாக கர்த்தரை மகிமைப்படுத்துங்கள். ഈ രാത്രി യുക്തി മാറ്റി വെച്ചിട്ട് ஆமென். இன்று இரவிலே அவருடைய யுக்தியை மாற்றி வைத்து விட்டு ദൈവശക്തിയിൽ വിശ്വസിക്കുന്നെങ്കിൽ, தேவனுடைய வல்லமையில் விசுவாசித்தால் നമ്മൾ അത്ഭുതം കണ്ട് എവിടുന്ന് മടങ്ങും? நாம் அற்புதங்களை பார்த்து விட்டுதான் இடத்தை விட்டு ചില எழுந்திருப்போம். വിടുതൽ കണ്ടേ മടങ്ങും. சில விடுதலைகளை கண்டுதான் ചില எழுந்திருப்போம். സൗഖ്യം കണ്ടേ മടങ്ങും. சில சௌக்கியங்களை கண்டுதான் ചില எழுந்திருப்போம். ആത്മാക്കൾ ദൈവത്തിലേക്ക് വന്നത് കണ്ടേ മടങ്ങും. சில ஆத்துமாக்கள் தேவனிடத்தில் வருகிறதை கண்டு செல்வோம். പൗലോസ് പറയാണ്, பவுல் சொல்கிறார், ഉരുവാകുവോളം. உருவாகும் வரையும். സ്തോത്രം, Praise the Lord. സ്തോത്രം. അപ്പൊ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഒന്ന് രണ്ട് സമയം കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നവരല്ല, അത് സംഭവിക്കുന്നത് വരെ പ്രാർത്ഥിക്കുന്നവരാണ്. ஆமென். ஜெபிக்கிறவர்கள், ஆமென், சில நேரங்களில் அதை விட்டு செல்லுகிறவர்கள் அல்ல, அது நடைபெறுகிற வரையிலும் தொடர்ந்து ஜெபிக்கிறவர்களாக இருக்கிறார்கள். വിശ്വാസമുള്ളവർ ഇന്ന് രാത്രി സ്തോത്രം പറ. விசுவாசமுள்ளவர்கள் இரவிலே கர்த்தரை மகிமைப்படுத்துங்கள். എനിക്ക് വേണ്ടി അത് സംഭവിക്കുമെന്ന് ഇന്ന് രാത്രി ഒന്ന് പറ ദൈവമക്കളെ. எனக்காக அது நடைபெறும் என்று நீங்கள் சொல்லுங்கள். ചിലരെ യുക്തി സമ്മതിക്കത്തില്ല. சிலருடைய யுக்தி அதற்கு ஒத்துக்கொள்ளாது. പല യോഗത്തിനും വന്നിട്ട് ഒന്നും സംഭവിക്കാതെ പോകുന്നത് യുക്തി പറയുകയാണ്, ഒന്നും നടക്കത്തില്ല. ஆமென். அநேக கூட்டங்களில் வந்துவிட்டு ஒன்றும் நடைபெறாமல் சென்றதற்கு காரணம் நம்முடைய புத்தி அப்படி சொன்னது. അപ്പൊ ഇവിടെ ഇരിക്കുന്ന പാസ്റ്റർമാരെ എല്ലാം നോക്കും, இங்க இருக்கிற ஊழியர்கள் எல்லாம் பார்ப்பீர்கள், ഓ ഇവരെല്ലാം ഞങ്ങൾക്ക് അറിയാവുന്ന, இவர்களெல்லாம் எனக்கு ஏற்கனவே தெரியும், ഇന്ന് നടക്കാൻ സാധ്യതയില്ല. இவர்களை கொண்டு அல்லாவிட்டால் இன்றைக்கு நடப்பதற்கு வாய்ப்பில்லை. എന്നെ നോക്കും, என்னை பார்ப்பீர்கள், ഒട്ടും നടക്കാൻ സാധ്യത, நடப்பதற்கு சுத்தமா வாய்ப்பே இல்லை. Praise the Lord. പക്ഷെ അങ്ങനല്ല. ஆனால் அப்படி அல்ல. നമ്മളിവിടെ പറയുന്നത്, நாம் இங்கே சொல்வது നമ്മുടെ ആരുടെയും ശക്തിയല്ല, நம்முடைய யாருடைய வல்லமையும் அல்ல. രണ്ട് കാര്യമാണ് ഞാൻ പറഞ്ഞത്. இரண்டு காரியங்களை சொன்னேன். വചനം, வசனம், വചനം, வசனம், ദൈവത്തിന്റെ ആത്മാവ്. தேவனுடைய ஆவியானவர். വചനവും ദൈവത്തിന്റെ ആത്മാവും. வசனமும் கர்த்தருடைய ஆவியானவரும். ഓ സന്തോഷമുള്ളവർ ദൈവത്തിന് സ്തോത്രം. சந்தோஷமுள்ளவர்கள் கர்த்தரை மகிமைப்படுத்துங்கள். പെന്തക്കോസ്തുകാരുടെ പ്രത്യേകത വചനവും ദൈവത്തിന്റെ ആത്മാവും. ஆமென். பெந்தேகோஸ்தேக்காரருடைய விசேஷம் என்னவென்றால் வசனமும் கர்த்தருடைய ஆவியானவரும். പൂർവ്വപിതാക്കന്മാർ ദൈവത്തിന്റെ വചനം പറയാൻ വന്നപ്പോൾ ആരും സ്വീകരിച്ചില്ല. ஆமென். நம்முடைய முற்பிதாக்கள் வசனத்தை சொல்ல வந்தபோது யாரும் ஏற்றுக்கொள்ளவில்லை. ആട്ടി ഓടിക്കുകയാണ് ചെയ്തത്. அவர்களை துரத்தி விட்டார்கள். മതസമുദായാദികൾ ഒന്നിച്ചു നിന്ന് പോരാടി. அவன் மதத்தை சார்ந்தவர்களும் சமுதாயத்தை சார்ந்தவர்களும் சேர்ந்து நின்று அவர்களுக்கு எதிராய் போராடினார். അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് അപൂർവം ചില പൂർവ്വപിതാക്കന്മാർ. ஆமென். அங்கே இங்கேயுமாக சில முற்பிதாக்கள் മതവും സമൂഹവും ഒന്നിച്ച് അവരെ ആട്ടിപ്പായിച്ചു. ആമേൻ. മതവും സമുദായവും ചേർന്ന് അവരെ തുരത്തി വിട്ടത്. പക്ഷേ ഉരുവാകുവോളം, ആമേൻ, ஆனால் உருவாகும் வரையும், ഉരുവാകുവോളം പ്രവർത്തിക്കുന്നവർ,
உருவாகும் வரையிலும் செயல்பட்டார்கள். அவர்கள் ആ പരിഹാസം കൊണ്ട് ഓടിപ്പോയില്ല. பரிகாசத்தை பார்த்து அவர்கள் ஓடவில்லை. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ஒரு காலம் தாண்டின போது ആ വചനം ഇര പിടിക്കാൻ തുടങ്ങി. அந்த வசனம் இரையை பிடிக்க ஆரம்பித்தது. ആ വചനം മത സമുദായ കോട്ടകളിലേക്ക് ഇടിച്ചു കയറാൻ തുടങ്ങി. அந்த வசனம் மத சமுதாய கோட்டைகளை இடித்துக் கொண்டு உள்ளே நுழைந்தது. പൈശാചിക കോട്ടകളിലേക്ക് ആ വചനം ഇടിച്ചു കയറാൻ തുടങ്ങി. பிசாசினுடைய கோட்டைகளை இடித்துக் கொண்டு அந்த வசனம் உள்ளே நுழைய ஆரம்பித்தது. കോട്ടകൾ ഇടിയാൻ തുടങ്ങി. கோட்டைகள் இடிய ஆரம்பித்தது. അനുഭവമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം. ആമേൻ. അനുഭവമുള്ള ദൈവ പിള്ളകൾ தேவனை துதியுங்கள். അഭിഷിക്തന്മാരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, அபிஷேகம் பண்ணப்பட்டவர்களோடு தேவனுடைய ஆவியானவர் சொல்கிறார், പ്രതികൂലം വരുമ്പോ പോകരുത്. ஆமென். எதிர்ப்புகள் வரும்போது பின்வாங்க கூடாது. പിന്മാറി പോകരുത്. பின்வாங்க கூடாது. നിന്നെ ഓടിക്കുമ്പോ ഓടി പോകരുത്. உன்னை துரத்தும் போது நீ ஓடக்கூடாது. നീ വചനം പറഞ്ഞുകൊണ്ടേയിരിക്കണം. நீ வசனத்தை சொல்லிக் கொண்டே இருக்க നീ வேண்டும். ആത്മാവിൽ ശുശ്രൂഷിച്ചുകൊണ്ടേയിരിക്കണം. நீ ஆவியில் ஊழியம் செய்து கொண்டே இருக்க வேண்டும். നീ ദൈവത്തിന് സ്തുതി കൊടുത്തുകൊണ്ടേയിരിക്കണം. நீ ஆண்டவரை துதித்துக் கொண்டே இருக்க வேண்டும். ഒരു ഘട്ടം കഴിയുമ്പോൾ ஒரு காலம் தாண்டும் போது പിശാച് കെട്ടിയ കോട്ടകൾ ഇടിയാൻ തുടങ്ങും. பிசாசு கட்டி வைத்திருக்கிற கோட்டைகள் இடிய ஆரம்பிக்கும். ഈ രാത്രി ആത്മാവിൽ കാണുന്നവർ കരങ്ങളെ അടിച്ചു ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. இன்று இரவிலே அவைகளை ஆவியில் காண்கிறவர்கள் கர்த்தரை கரங்களை தட்டி ഈ துதியுங்கள். സെന്ററിനോടും അഭിഷിക്തരോടും ദൈവാത്മാവ് പറയുക, இந்த சென்டரோடும் பரிசுத்தவான்களோடும் ஆவியானவர் சொல்கிறார், നീ പറഞ്ഞ വചനം കോട്ടകളെ പിടിക്കാൻ തുടങ്ങും. நீ சொன்ன வசனங்கள் கோட்டைகளை கீழ்ப்படுத்த துவங்கும். നീ പറഞ്ഞ വചനം അതേ പിശാചിന്റെ മേഖലകളെ പിടിക്കാൻ തുടങ്ങും. நீ சொன்ன வசனங்கள் பிசாசினுடைய பகுதிகளை பிடித்தடக்க ஆரம்பிக்கும். പെന്തക്കോസ്തിന്റെ പൂർവ്വപിതാക്കന്മാർ അങ്ങനെ ദൈവത്തിനു വേണ്ടി നിന്നതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഇടിയാത്ത കോട്ടകൾ ഇടിഞ്ഞു വീഴുകയാണ്. பெந்தேகோஸ்தேரின் ஆமென் முற்பிதாக்கள் அப்படி நின்றபடியால் இடியாது என்று சொல்லி இருந்த கோட்டைகள் இடித்து விட ഇന്ന് ஆரம்பித்தது. രാത്രി ആത്മാവിനോട് പറയുന്നത് കൊണ്ട് പറയാ, ചിലർ ഇന്ന് രാത്രി ചില കോട്ടകൾ ഇടിയുന്നത് കാണും. ஆமென். இன்று ஆவியானவர் என்னிடத்தில் சொன்னதை சொல்லுகிறேன். சில இடியாது என்று நினைக்கிற கோட்டைகள் இன்றைக்கு இடியும். എരിഹോവിന്റെ മതിൽ ഇടിഞ്ഞതുപോലെ ചില കോട്ടകൾ നിനക്ക് മുമ്പിൽ ഇടിയും. எரிகோவின் கோட்டைகள் இடிந்ததை போன்று உனக்கு முன்பாக சில கோட்டைகள் இடிய போகிறது. ദൈവത്തിന്റെ വചനം പറയുന്നത്, தேவனுடைய வசனம் சொல்கிறது, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. உம்மாலே நான் சேனைக்குள் பாய்வேன். നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. உம்மால் நான் ஒரு சேனைக்குள் பாய்வேன். പറ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. சொல்லுங்கள், உம்மால் நான் ஒரு சேனைக்குள் பாய்வேன். എന്റെ ദൈവത്താൽ, என்னுடைய தேவனோ, എന്റെ ദൈവത്താൽ என்னுடைய தேவனோ മതിൽ ചാടിക്കടക്കും. அவன் சுவரை தாண்டி ഈ செல்வான். രാത്രി വിശ്വസിക്കുന്നവർ അല്പസമയം ദൈവത്തിന് സ്തോത്രം കൊടുത്താട്ടെ. இன்று இரவிலே விசுவாசிக்கிறவர்கள் சற்று நேரம் கர்த்தரை துதிக்கலாம். ആരാധനയുടെ നടുവില് ചില മതിലുകൾ ഇടിയട്ടെന്ന രാത്രിയില് ஆராதனையின் நடுவிலே சில கோட்டைகள் വിശ്വസിച്ച് இடியட்டும். സ്തോത്രം ചെയ്യുന്നവരുടെ നടുവില് ചില കോട്ടകൾ ഇന്ന് രാത്രി ഇടിയട്ടെ. ஆமென். விசுவாசித்து துதிக்கிறவர்கள் நடுவிலே சில கோட்டைகள் இன்று இரவிலே இடியட்டும். ദുരമനഘടക സൈതമാന ஹalleluya. അന്തരജനഘടക സൈതമാന ഘടക സൈത. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രിയിൽ അഴിയാത്ത ചില കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിയാൻ കൽപ്പിക്കുകയാണ്. ஆமென். இயேசுவின் நாமத்தில் இதுவரையிலும் அவிழாதிருந்த சில கட்டுகள் இயேசுவின் நாமத்தில் அவிழுவதாக. ക്ഷീണിച്ചിരിക്കുന്നവർ ഇന്ന് രാത്രി ചില മതിലുകൾ ചാടിക്കടക്കുന്ന രാത്രിയാകട്ടെ. பலவீனத்தோடு இருக்கிறவர்கள் சில மதில்களை தாண்டி செல்லுகிறவர்களாய் மாறுவார்களாக. വിശ്വസിച്ച് സ്തോത്രം ചെയ്യാം. விசுவாசத்தோடு கர்த்தரை துதிக்கலாம். കരമടിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യാം. கரங்களை தட்டி கர்த்தரை மகிமைப்படுத்தலாம். വിശ്വാസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി, விசுவாசிக்கிறவர்கள் மேல் கிரியை செய்கிற தேவனுடைய வல்லமை, വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി விசுவாசிக்கிறவர்கள் மேல் கிரியை செய்கிற தேவனுடைய வல்லமை ഈ രാത്രി ഓഡിറ്റോറിയത്തിൽ വ്യാപരിക്കുന്നുണ്ട്. இன்று இரவிலும் இந்த ஆடிட்டோரியத்திலும் கிரியை செய்கிறது. എങ്ങനെ സംഭവിക്കുമെന്ന് നീ ചോദിക്കുന്ന വിഷയത്തിന്മേൽ எப்படி நடக்கும் என்று நீ கேட்கிற காரியத்தின் மேல் ഈ രാത്രി വചനവും ആത്മാവും പ്രവർത്തിക്കുകയാണ്. இந்த இரவிலே வசனமும் ஆவியானவரும் கிரியை செய்கிறார். അത്യുന്നതന്റെ ശക്തി, உன்னதமானவருடைய வல்லமை, അത്യുന്നതന്റെ ശക്തി உன்னதமானவருடைய வல்லமை ഇന്ന് രാത്രിയില് இந்த இரவிலே നിന്റെ മേൽ വ്യാപരിക്കുകയാണ്. உங்களில் வியாபரிக்கிறது.
അന്യഭാഷകളെ ദൈവത്തെ സ്തുതിക്കാൻ സന്തോഷമുള്ള ദൈവമക്കൾ അന്യഭാഷകളെ ദൈവത്തെ സ്തുതിക്കുക. അന്യഭാഷകളെ പേശി കർത്തരെ മഹിമപ്പെടുത്തலாம். ൂരാമാന തൂരാമാന ഹത്തുര ജഗനഘടക സൈദാര അധുനേ രഗജഗന ദിഗൽ ഘടകജന ദിഗൽ ഘടകജനാധാര. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സകല ഇരുളിന്റെ ശക്തികൾ മേലും ഇന്ന് രാത്രിയിൽ ജയം വ്യാപരിക്കട്ടെ. വചനത്താലും ആത്മാവിനാലും യേശുവേ ഇന്ന് രാത്രി നിന്റെ ജനത്തിന്മേൽ ചിലത് സംഭവിക്കട്ടെ. ആണ്ടവരേ ഉമ്മുடைய നാമത്തിൽ ഉമ്മുடைய ജനങ്ങൾ മേൽ ചില കാര്യങ്ങൾ നடைபெறட்டும். തുരമനഘടക സദരാഗ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനവും ആത്മാവും വസനമും ആവിയാനവരും. പൗലോസിനൊരു കാര്യം അറിയാം. പൗലുക്ക് ഒന്ന് നന്നായി தெரியும். താൻ പ്രസവ വേദനപ്പെടുമ്പോൾ, താൻ ഗർഭവേദന അനുഭവിക്കുമ്പോൾ ചിലത് ഉരുവാകും. മറിയയോട് ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു, അത്യുന്നതന്റെ ശക്തി. മറിയാളിടത്തിൽ കർത്തരുடைய ദൂതൻ சொன்னார், ഉന്നതമാനവരുடைய വല്ലമൈ ഉരുവാക്കുന്നത്. അത് യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞത്. അത് യേശുക്രിസ്തുവിന്റെ പിറപ്പോടുള്ള தொடர்பிலே சொல்லப்பட்டது. ആ ആത്മാവ് ഇന്നുമുണ്ട്. அந்த ஆவியானவர் இன்றைக்கும் இருக்கிறார். ആ വചനം ഇന്നുമുണ്ട്. அந்த வசனம் இன்றைக்கும் இருக்கிறது. യേശുവിനെ ഉരുവാക്കുന്ന മറിയുടെ മേൽ വ്യാപരിച്ച അതേ ആത്മാവ് ഇന്ന് രാത്രി ഇവിടെയുമുണ്ട്. യേശുவை மரியாளுடைய வயிற்றில் உருவாக்கின அதே ஆவியானவர் இன்றைக்கு நம்முடைய மத்தியிலும் இருக்கிறார். ആ ആത്മാവും വചനവുമാണ് ഇന്ന് രാത്രി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. அந்த ஆவியானவரும் வசனமும் தான் இன்றைக்கு இங்கே கிரியை செய்து கொண்டிருக்கிறது. ആ ആത്മാവും വചനവും ഇന്ന് രാത്രി ചിലതിനെ ഉരുവാക്കുക. அந்த വസനവും ആവിയാനവരും ഇന്നിരവിലെ ചിലരെ ഉരുവാക്ക പോകുന്നത്. ഈ പ്രാർത്ഥന പൗലോസ് പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്ന വാക്കാണ് ശരിക്കും പ്രസവ വേദനപ്പെടൽ. അപ്പോസ്തലനാകിയ പൗൽ ജപത്തിற்கு பயன்படுத்துகிற வார்த்தை தான் கர்ப்பவேதனை என்கிற வார்த்தை. നമുക്ക് യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന വലിയ മാതൃകയാണ്. നമുക്ക് ആண்டവരാகிய இயேசு கிறிஸ்துவுடைய ஜெபம் നമുക്ക് മുൻമാതിരിயாக இருக்கிறது. വിശുദ്ധ വചനത്തിലെ ഏറ്റവും മാതൃകാപരമായ പ്രാർത്ഥന യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയാണ്. പരിശുദ്ധ വേദാഗമത്തിൽ മികവും മുൻമാതിരിயான ജപം യേശുക്രിസ്തുവിന്റെ ജപം. യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചതായിട്ട് നമ്മൾ യേശുക്രിസ്തു ഇരവ് മുഴുവനും ജപിച്ചതാക വേദത്തിൽ വാസിக்கிறோം. നമ്മുടെ ഏറ്റവും ദൈർഘ്യമേറിയ പ്രാർത്ഥന ഏതായിരുന്നു? നമുക്ക് മികവും മുഖ്യமான ജപം എതുവാக ഇരുന്നത്? ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാനിരുന്നാൽ വല്ലാത്ത അസ്വസ്ഥതയാണ്. ഇപ്പൊ നമുക്ക് ജപിക്കാൻ ഇരുന്നാൽ മികവും പോരാട്ടം. പ്രസംഗം കേട്ട് കുറെ സമയം ഇരിക്കാം. പ്രസംഗം കേട്ടുകൊണ്ട് വേണം എവിടെ വേണ്ടുമാനാലും ഇരിക്കണം. പക്ഷെ പ്രാർത്ഥിച്ചുകൊണ്ട് കുറെ സമയം ഇരിക്കുക എന്ന് പറയുന്ന വലിയ ബുദ്ധിമുട്ടാണ്. ஆனால் ജപത്തിலேயே சற்று நேரம் இருப்பது என்பது ரொம்ப கடினமான ஒன்று. യേശുക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരില്, യേശുക്രിസ്തുവിന്റെ 12 ശിഷ്യர்களிൽ ക്രിസ്തു ഒരു ഘട്ടത്തിൽ പോലും ഈ 12 പേരെ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയതായിട്ട് നമുക്ക്, അല്ലെങ്കിൽ അവരെ ഒരുമിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറ്റിയതായിട്ട് കാണുന്നില്ല. இந்த 12 பேரையும் ஒரே நேரத்தில் ஜெபிப்பதற்கு கொண்டு போனதாகவோ அல்லாமட்ட 12 பேரையும் ஒன்றாக வைத்து ஜெபித்ததாகவோ നാം വേദത്തിൽ பார்க்க முடியவில்லை. അങ്ങനെ സഭയിലും അങ്ങനെയാണ്. സഭയിലും அப்படிதான். എന്റെ 2-3 പതിറ്റാണ്ടുകളിലെ ശുശ്രൂഷാനുഭവത്തില് எனக்கு ഒരു ഏറെക്കുറയ 30 வருட ஊழிய அனுபவத்தில் കൺവെൻഷൻ എല്ലാവരും കൂടും, 100% ആളുകളും കൂടും. കൺവെൻഷനുக்கு 100% ആൾക്കളും വരുവാர்கள். മാസയോഗത്തിന് 100%. മാസം തോറും നടക്കുന്ന മാസയോഗത്തിற்கு 100% വരുവാர்கள். കല്യാണമാണെ പിന്നെ പറയുകയും വേണ്ട. തിരുമണം എന്നാൽ சொல்லவே വേണ്ടാം. 101% കൂടും. 100 അല്ല 101% വരുവാர்கள். പക്ഷേ 100% ആളുകളെയും കൊണ്ട് ഇതുവരെ ഒരു പ്രാർത്ഥന നടത്താൻ പറ്റി. ஆனால் 100% ആൾക്കളെയും வைத்துக்கொண்டு ഒരു ജപത്തെ ഇതുവരെയും നടത്താൻ முடியவில்லை. ഞാൻ വളരെ വിഷമത്തോടെ ഇങ്ങനെ ഇരുന്നപ്പോ, ഞാൻ அப்படி மிகவும் வேதனையோடு இருக்கும்போது കർത്താവിന്റെ വചനം കർത്താവ് എന്നോട് സംസാരിച്ചതുപോലെ എനിക്ക് തോന്നി. ஆண்டவர் என்னோடு பேசினதை போன்று நான் உணர்ந்தேன். അത് 4-1 കിട്ടിയാൽ രക്ഷപ്പെട്ടു. അത് 4-1 கிடைத்தால் தப்பித்தோம். കർത്താവിന് അതേ കിട്ടിയുള്ളൂ. ஆண்டவருக்கு அவ்வளவுதான் கிடைத்தது. എത്ര പേരുണ്ടായിരുന്നു? എത്ര പേർ இருந்தார்கள்? 3 പേര്. 3 പേർ. പത്രോസ്, പേതുരു, യാക്കോബ്, യോവാൻ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾ ഗവനിയുங்கள். യേശുക്രിസ്തുവിന്റെ നിർണായകമായ പ്രാർത്ഥനാ വേളകളിലല്ല ഈ 3 പേരുണ്ട്. യേശുക്രിസ്തുവിന്റെ மிக முக்கியமான ஜெபங்கள் இந்த 3 பேர் தான் இருப்பார்கள். ബാക്കി ഒരിടത്തും, വേറെ ഒരിടത്തിലും വേറെ ആരെയും നമ്മൾ കാണും, വേറെ யாரையும் பார்க்க முடியாது. അപ്പൊ ഞാൻ സഭയിലുള്ള പാസ്റ്റർമാരോട് പറയാറുണ്ട്, ഞാൻ സഭയിലുള്ള പാസ്റ്റർകളിൽ இப்படி சொல்வதுണ്ട്, പ്രാർത്ഥനയ്ക്ക് 1/3 ആളുകൾ ഉണ്ടെങ്കിൽ വിജയമാണ്.
ஜெபத்திற்கு 3 நபர்கள் வந்து விட்டால் அது ஒரு பெரிய வெற்றி. കാരണം യേശുവിന് പോലും അത്രേ പറ്റിയിട്ടുള്ളൂ. ஏனென்றால் இயேசு கூட அவ்வளவுதான் முடிந்தது. അപ്പൊ അതിൽ ആർക്കും ഒരു പിണക്കമില്ല. அதுல யாருக்கு எந்த ஒரு வருத்தமும் இல்லை. ഈ പ്രാർത്ഥിക്കാൻ 3 പേരെ കൊണ്ടുപോയാൽ സെൻട്രൽ പാസ്റ്ററോട് ആർക്കും പിണക്കില്ല. ஜெபிப்பதற்கு 3 பேரை கூட்டிக் கொண்டு போனால் சென்ட்ரல் பாஸ்டர் இடத்தில் யாருக்கும் எந்த வருத்தமும் இல்லை. ഞാനും സെൻട്രൽ പാസ്റ്റർ, நான் ஒரு சென்ட்ரல் பாஸ்டர் தான். അല്ലാതെ ആരെയും 3 പേരെ കൂട്ടിക്കൊണ്ടുപോയി അതിന് അവര് മാത്രമാണോ? ஜெபத்தை தவிர வேற யாரையாவது 3 பேரை கொண்டு போன ஏன் அவர்களை மட்டும் கொண்டு போனீர்கள், ஏன் அப்படி செய்தீர்கள் என்று கேட்பார்கள். പക്ഷെ ഞങ്ങൾ പറയുകയാണ് ഞങ്ങൾ 3 പേര് ഒരു ദിവസം മുഴുവൻ പ്രാർത്ഥിക്കാനായിട്ടിരിക്കുക. நான் இப்ப சொல்லுகிறேன், நாங்கள் 3 பேர் ஒரு நாள் முழுவதும் ஜெபிக்க அமர்ந்திருக்க போகிறோம். നിങ്ങൾ പോയി, அப்ப நீங்க போய் ஜெபம் பண்ணுங்க. കാരണം പ്രാർത്ഥനയ്ക്ക് മാത്രം ആരും കിട്ടുന്നില്ല. ஏனென்றால் ஜெபிப்பதற்கு மட்டும் யாரையும் கிடைக்காது. അപ്പൊ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയിൽ വേളയിൽ ഇവരെയാണ് കൊണ്ടുപോകുന്നത്. அப்படின்னா இயேசு கிறிஸ்துவுடைய ஜெப நேரத்தில் இவர்களை 3 பேரை தான் கொண்டு போனார். പക്ഷെ ഗത്സമനയിലെ പ്രാർത്ഥന, ஆனா கெத்செமனே தோட்டத்தில் ஜெபிக்கும்போது നമുക്കറിയാം യേശുക്രിസ്തുവിന്റെ അതിതീവ്രമായ പ്രാർത്ഥനാ വേള. நமக்கு தெரியும் இயேசு கிறிஸ்துவுடைய மிக முக்கியமான தீவிரமான ஜெபம் அது. അപ്പൊ ഗത്സമനയിൽ എത്തുമ്പോൾ, கெத்செமனேயில் வரும்போது യേശുക്രിസ്തു തന്റെ ശിഷ്യരിൽ ഒരു കൂട്ടരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിപ്പീൻ. இயேசு கிறிஸ்து தம்முடைய சீஷர்கள் சிலரை பார்த்து நீங்கள் இங்கே அமர்ந்திருங்கள் என்று சொன்னார். അവരെ ഒന്നാമത്തെ വേദിയിലാണ് ഇരുത്തിയിരിക്കുന്നത്. அவர்களை முதல் இடத்தில் அமர சொன்னார். കാരണം ഇവരെ കൊണ്ടുപോയിട്ട് വലിയ പ്രയോജനമില്ല. ஏனென்றால் இவர்களை அங்கே கொண்டு போகிறது எந்த பிரயோஜனமும் இல்லை. നിങ്ങൾ ഇവിടെ ഇരിപ്പീൻ, நீங்கள் இங்கே அமர்ந்திருங்கள். എന്നിട്ട് തന്റെ പ്രാർത്ഥനാത്രയം, പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള 3 പേരെ കൂട്ടിക്കൊണ്ട് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പോകും. இரண்டாவது பகுதிக்கு தன்னோடு ஜெபிப்பதற்காக ஜெபிக்கிறவர்கள் 3 பேரை கொண்டு போகிறார். അപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. அங்கே அவர்களிடத்தில் சொன்னார், நீங்கள் இங்கே விழித்திருந்து ஜெபியுங்கள் என்று சொன்னார். പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന சோதனையில் அகப்படாமல் இருப்பதற்கு விழித்திருந்து ஜெபியுங்கள் என்று சொன்னார். യേശുക്രിസ്തു മൂന്നാമത്തെ വേദിയിലേക്ക് പോകും. இயேசு கிறிஸ்து 3வது பகுதிக்கு செல்கிறார். പ്രാർത്ഥന ട്രവായിൽ അനുഭവിക്കുന്ന പ്രാർത്ഥനയെ കുറിച്ചാണ് ഞാൻ പറയാൻ. ஆமென். ஜெபம் ഗർഭവേദനയെ അനുഭവിക്കുന്ന ജപത്തെ കുറിച്ച് ഞാൻ சொல்கிறேன். അപ്പോൾ ഗത്സമനയിലെ ഒന്നാം ഘട്ടത്തിൽ വെറുതെ ഇരിപ്പുകാരാണ്. ஆமென். கெத்செமனே தோட்டத்தில் முதல் பகுதியில் சும்மா அமர்ந்திருக்கிறவர்கள். ഇപ്പോഴും സഭയിലും ഉണ്ട് അങ്ങനെ ചില. இப்படி சபையிலும் ஒரு கட்டம் இருக்கிறது. നമ്മൾ പിന്നെ ഒന്നും പറയത്തില്ല, കാരണം നമ്മൾ മെയ് മാസമൊക്കെ അടുക്കുകയാണ്, ഒട്ടുമേ പറയത്തില്ല. நம்ம ஒன்று சொல்ல மாட்டோம். குறிப்பாக மே மாதம் எல்லாம் வறுமையானால் நம்ம ஒன்றுமே சொல்ல மாட்டோம். പിന്നെ നമ്മൾ മനസ്സിൽ പറയും, നിങ്ങൾ ഈ കഴുതയുമായിട്ട് ഇവിടെ ഇരിപ്പീൻ എന്ന് പറയും. நாம் மனதில் சொல்லுவோம், இந்த கழுதையை வைத்துக் கொண்டு நீங்கள் இங்கே அமர்ந்திருங்கள் என்று சொல்லுவோம். വെറുതെ കഴുതയുമായിട്ട് വന്നിരിക്കുന്ന ആളുകള് സഭയിലൊക്കെ ഉണ്ട്. ஆமென். அதாவது வேண்டுமென்றே அல்லாவிட்டால் கழுதையோடு வந்து அமர்ந்திருக்கிற சில நபர்கள் சபையில இருக்கிறார்கள். ഒരു പരിപാടിയില്ല, அவர்களுக்கு ஒரு வேலையும் இல்லை. തൊട്ട് മുകളിൽ ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടുന്നു, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു, പക്ഷെ ഇവരിതൊന്നും അറിയുന്നില്ല. அருகிலேயே தேவனுடைய செயல்பாடு, தேவனுடைய பாதுகாப்பு இதெல்லாம் நடக்கிறது. ஆனால் இவர்கள் எதையுமே அறியவில்லை. ഈ രാത്രി ദൈവസന്നിധി ഇരിക്കുന്ന ദൈവമക്കൾ അറിയണം, വെറുതെ ഇരിപ്പുകാർക്കൊന്നും പ്രാപിക്കാൻ പറ്റത്തില്ല. ஆமென். இன்று இரவிலே தேவனுடைய பிள்ளைகள் ஒன்றை புரிந்து கொள்ள வேண்டும், சும்மா அமர்ந்திருக்கிறவர்கள் எதையும் பெற்றுக்கொள்ள முடியாது. ഒരു സ്തോത്രമെങ്കിലും പറയാൻ അവസരം കിട്ടുമ്പോ സ്തോത്രം പറഞ്ഞോണം. ஆமென். ஒரு ஸ்தோத்திரம் சொல்வதற்கு ஒரு வாய்ப்பு கிடைக்கும் போது ஸ்தோத்திரம் சொல்ல வேண்டும். 2 അന്യഭാഷയൊക്കെ പറയാൻ കിട്ടുന്ന അവസരം അത് പറഞ്ഞോണം. ஆமென். 2 அந்நிய பாஷை பேசுவதற்கு ஒரு வாய்ப்பு கிடைக்கும் போது அதையும் சொல்ல வேண்டும். ഞങ്ങളുടെ അവിടെയൊക്കെ പറയുന്ന ഒരു അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ച അന്യഭാഷ വല്ലതും പറയുന്നുണ്ടോ എന്ന് ചോദിച്ചു. ஒரு മുതിർന്ന അപ്പച്ചനെ பார்த்து கேட்டார்கள், அப்பச்சா அந்நிய பாஷையெல்லாம் பேசுவீர்களா என்று கேட்டார்கள். അപ്പൊ അപ്പച്ചൻ പറഞ്ഞ അവിടുത്തെ കാര്യമാണ്, പണ്ടങ്ങാണ്ട് ഇത്തത്താന്ന് പറഞ്ഞിട്ടുണ്ട്, അത് പിന്നെ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. நான் சொல்லுவது அங்க உள்ளது. முன்காலங்களில் இத்தத்தா என்கிற ஒரு அந்நிய பாஷை சொன்னேன், அதுக்கு அப்புறம் இதுவரைக்கும் பேசவே இல்லை அப்படி. പണ്ടങ്ങാണ്ട് ഇത്തത്താ പറഞ്ഞ പല ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇന്ന് രാത്രി ആത്മാവിൽ ദൈവത്തിന് സ്തുതി കൊടുക്കാൻ കഴിയണം. ஆமென். பழைய காலங்களில் இத்தத்தா என்று சொன்ன சிலர் இங்கே இருக்கிறீர்கள். இன்றைக்கு இரவிலே ஆண்டவரை அந்நிய பாஷையில் ஆராதிக்கிறவர்கள். ഈ സെൻട്രൽ കൺവെൻഷൻ വന്നിട്ട് ഒരു പുതുക്കം പ്രാപിച്ചു വേണം ഇവിടുന്ന് കടന്നു പോകാൻ. இந்த சென்டர் கன்வென்ஷனுக்கு வந்துவிட்டு ஒரு புதுமையோடு நீங்கள் செல்ல வேண்டும். സന്തോഷമുണ്ടോ? சந்தோஷமா இருக்கிறீர்களா? ഇവിടെ വന്നിരുന്നിട്ട് ഒരു പുതുക്കത്തോട് വേണം പോകാൻ. ஆமென். இங்கே வந்திருந்து உங்களை புதுப்பித்துக் கொண்டு வேண்டும் நீங்கள் திரும்பி செல்வதற்கு. അപ്പോൾ യേശുക്രിസ്തു മരിച്ചവരെ ഉയർപ്പിക്കാൻ പോകുമ്പോൾ പോലും, യേശു ക്രിസ്തു മരിച്ചവരെ എഴുപ്പ ചെല്ലുമ്പോൾ കൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചോണം, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ എന്ന് പറഞ്ഞിട്ടില്ല. ആമേൻ. ഉണർന്നിരുന്ന് വിളിച്ചിരുന്ന് ജപിക്ക വേണ്ടും, சோதனையில் அகப்படக்கூடாது என்று சொல்லவில்லை. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രാർത്ഥന ഏതാ? நம்முடைய இப்ப மிக பெரிய ஜெபம் என்று சொல்வது என்ன? മരിച്ചവനെ ഉയർത്തു. மரித்தவர்கள் உயிரோடு எழுந்தார்கள்.
ഇവിടുത്തെ കാര്യമൊന്നും എനിക്കറിയില്ല. இங்குள்ள காரியங்கள் எனக்கு தெரியாது. കേരളത്തിലെല്ലാം മരിച്ചവനെ ഉയർപ്പിക്കുക. കേരളത്തിൽ എല്ലാം മരിച്ചവരെ എഴുപ്പുവതുதான் பெரிய ஊழியம். കുറെ യവന്മാര് ശവം വെച്ച് പ്രാർത്ഥിക്കുക. ചിലർ സഭை അതായത് ഈ മരിച്ചു പോன ഉടலை வைத்துக் கொண்டு ஜெபிக்கிறார்கள். ഒറ്റ ഒരുത്തനൊട്ട് ഉയർക്കത്തുമില്ല. ஆனால் யாரும் எழுந்திருக்க போகிறதும் இல்லை. ഈ മരിച്ചവനെ ഉയർപ്പിക്കേണ്ട ആവശ്യമില്ല. മരിച്ചു പോനവനെ എഴുപ്പ വേണ്ടിയ അവശ്യമില്ല. ഇനി ഉപദേശ സംബന്ധമായ വിഷയമാണ് പറയാം. അത് ഉപദേശത്തോടുള്ള തുടർബിലെ കാര്യത്തെ சொல்கிறேன். മരിച്ചവനെ ഇനി ഉയർപ്പിക്കേണ്ട കാര്യമില്ല. മരിച്ചു പോനവനെ നീ ഉയർപ്പിക്ക വേണ്ടിയ അവശ്യമില്ല. എന്നെ സൂക്ഷിച്ച് നോക്കുന്നല്ലോ ചിലര്. നീ എല്ലാവരും എന്നെ ഗൗരവമായി பார்க்கிறீர்களே. എന്നാ കാര്യമെന്നറിയോ? എന്നവെന്ന് தெரியுமா? ഈ യേശുക്രിസ്തുവിന്റെ യേശുക്രിസ്തു 3 പേരെ ഉയർപ്പിച്ചിട്ടുണ്ട്. യേശുക്രിസ്തു 3 പേരെ ഉയരോടി എഴുന്നേറ്റിരിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ അവിടെയും 2-3 പേര് ഉയർത്തിട്ടുണ്ട്. അപ്പോസ്തല പടികളും 2-3 പേരെ ഉയരോടി എഴുപ്പിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഉപദേശങ്ങൾ സ്ഥാപിക്കുമ്പോൾ അപ്പോസ്തോലിക ഉപദേശങ്ങൾ കൂടെ ലേഖനങ്ങളൂടെ വായിക്കണം. ഇനി അപ്പോസ്തലരുടെ ഉപദേശങ്ങളെ നിരുപങ്ങൾ വഴിയാക നാം വാസിക്ക വേണ്ടും. ഇതൊരു ഉപദേശ പ്രശ്നമാണ് പറയുന്നത്. ഞാൻ சொல்வது ഉപദേശം സാർന്ന വിഷയം. അപ്പൊ അവിടെ എഴുതിയിരിക്കുന്നു, തെസലോനിക്കയിൽ AD 52 ചെന്ന പൗലോസ് അവിടെ സഭ സ്ഥാപിച്ചിട്ട് പോകുമ്പോ AD 52 തെസലോനിക്കയിൽ പോയി സഭ സ്ഥാപിച്ചു വിട്ട് അങ്ങിருந்து ചെല്ലുമ്പോൾ ആ 3 ശബത്തിലെ പ്രസംഗം കൊണ്ട് വിശ്വാസത്തിൽ വന്നവരാ. 3 ഓയ്വ് നാൾ പ്രസംഗത്തിൽ രക്ഷിപ്പുക്കുൾ വന്നവർ, വിശ്വാസത്തിൽ വന്നവർ. ഇന്നത്തെ പ്രശ്നം 30 ശബത്തിൽ പ്രസംഗിച്ചാലും ഒരാളും വിശ്വാസത്തിൽ. ഇന്നേക്ക് 30 ഓയ്വ് നാൾ പ്രസംഗിച്ചാലും ഒരവർ കൂടെ വരമാട്ടാர்கள். പൗലോസ് 3 ശബത്തിലൊക്കെ പ്രസംഗിച്ച സഭ സ്ഥാപിതമാകും. അപ്പോസ്തലനാകിയ പൗൽ 3 ഓയ്വ് നാളിൽ പ്രസംഗിപ്പാറയാനാൽ അങ്ങ് ഒരു സഭയെ സ്ഥാപിപ്പാർ. പൗലോസ് അങ്ങ് പോയി. പൗൽ അങ്ങിருந்து പോയിവിട്ടാ. അവിടെ ചിലർ മരണപ്പെട്ടു. അങ്ങേ ചിലർ മരിച്ചു പോനാர்கள். അപ്പൊ അവർക്ക് ഈ മരിച്ചുപോയവർ എന്തായിരിക്കും എന്നൊന്നും അറിയത്തില്ല. മരിച്ചു പോനവരുടെ നിലമൈ അടുത്ത് എന്നവെന്ന് അവർക്ക് തെரியவில்லை. ഉടനെ അവർ പൗലോസിനോട് ചോദിക്കുകയാണ്. അപ്പൊ അവർ പൗലിടത്തിൽ കേൾക്கிறார்கள், ഞങ്ങളുടെ ചില ആളുകൾ മരിച്ചുപോയി, എங்களுக்கு ചില മുഖ്യമാനവർ മരിച്ചു പോനാர்கள், എന്തായിരിക്കും സ്ഥിതി, അവരുടെ നിലമൈ എന്നവാക മാറും. നിങ്ങളെല്ലാം ശവപ്പെട്ടി മേടിച്ചുകൊണ്ട് വന്നിട്ട്, നീങ്ക എല്ലാം ശവപ്പെട്ടിയെ വാങ്ങിക്കൊണ്ട് വന്ന് വൈത്ത് എല്ലാരും കൂടെ ഇരുന്നിട്ട്, എല്ലാരും കൂടിയിരുന്ന് യേശുവിന്റെ നാമത്തിൽ ഉയർക്കാൻ പറഞ്ഞു. യേശുവിൻ നാമത്തിൽ ഉയരോട് എഴുമ്പ് എന്ന് சொல்லுங்கள். അങ്ങനെയാണോ പറഞ്ഞു? அப்படியே சொன்னார். നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ടില്ലെന്ന് തോന്നുന്നല്ലോ. നിങ്ങൾ ഇരിക്കുന്നதை பார்த்தால் நாங்கள் பார்த்ததே இல்லை என்று சொல்வதை போன்று இருக்கிறது. അങ്ങനല്ല പറഞ്ഞത്. அப்படி அவர் சொல்லவில்லை. മരിച്ചുപോയോ? മരിച്ചു വിട്ടാர்களா? പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന്, ആമേൻ, നമ്പിക്കയറ്റവர்களான മറ്റവர்களை போன்று நீங்கள் துக்கத்தில் இருக்காமல், നിദ്ര കൊള്ളുന്നവരെ കുറിച്ച്, ആമേൻ, നിദ്ரை കൊള്ളുക, മരിച്ചു പോனவர்களை நினைத்து അറിവില്ലാതിരിക്കരുത്. நீங்கள் அறிவில்லாதவர்களாய் மற்றவர்களை போன்று இருக்கக்கூடாது. അറിവില്ലാതിരിക്കരുത്, അറിവില്ലാமல் இருக்கக்கூடாது. ഈ മരിച്ചുപോയവര്, இந்த മരിച്ചു പോனவர்கள் നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരാഗമന കാഹളം കേൾക്കുമ്പോ, നമ്മുടെ ആண்டവരാകിയ യേശുക്രിസ്തുവിന്റെ എക്കാല ധ്വനി കേൾക്കുമ്പോൾ, കോടാനുകോടി വിശുദ്ധന്മാരോടൊപ്പം തേജസ്കരിക്കപ്പെട്ട ശരീരത്തെ ഉയർത്തെഴുന്നേറ്റു. ആമേൻ, കോടാനുകോടി ആമേൻ അവர்களோடு சேர்ந்து ഇവர்களுം പരിശുദ്ധത്തിൽ മറുരൂപം അടയുവാர்கள். മനസ്സിലായോ? പുരിന്തതാ? ഇപ്പൊ ഇന്ന് രാത്രി ഇവിടെ ആരെങ്കിലും മരിച്ചാൽ, ഇன்று இரவிலே யாராவது இங்கே மரித்தால், ആരും മരിക്കത്തില്ലെന്ന് തോന്നുന്നല്ലോ. யாரும் மரிக்க மாட்டீர்கள் என்று தோன்றுகிறது. എന്നാ ഒരു സന്തോഷ വാർത്ത പറഞ്ഞേക്കാം. ஆனால் ஒரு சந்தோஷமான செய்தியை சொல்கிறேன். ഈ ഇരിക്കുന്ന മിക്കവാറും എണ്ണം അടുത്ത കാലത്തിലൊക്കെ തട്ടിപ്പോകാനുള്ള, இங்கே இருக்கிறவர்கள் അനേകർ അടുത്ത കാലങ്ങളിലേ മരിക്കக்கூடிയവர்கள். അങ്ങനെ മരിച്ചാൽ, அப்படி மரித்தால், ആരെങ്കിലും വരാനുണ്ടെങ്കിൽ, யாராவது வர வேண்டுமேயானால் നേരെ മോർച്ചറിയിലോട്ട് കൊണ്ടുവെക്കണം. നേരെ കൊണ്ടുപോയി അവர்களை മോർച്ചറിയിலே வைக்க வேண்டும். എന്നിട്ട് ഞങ്ങളെ വിളിച്ചാൽ മതി, ഞങ്ങൾ വന്ന് അടക്കാം. ആമേൻ. അപ്പുറം എങ്ങളെ അழைத்தால் நாங்கள் வந்து அடக்கம் செய்வோம். കാരണം മരിച്ചവന് വേണ്ടി ഇനിയും പ്രാർത്ഥിക്കേണ്ട, അവനെ അടക്കിയാൽ മതി. ആമേൻ. മരിച്ചവനുക്കാக ജപിക്ക വേണ്ടാം, ഇനി അവர்களை അടക്കം ചെയ്താൽ പോതും. ഇനി അല്ല, അങ്ങനെ ഉയർക്കണമെന്നുണ്ടെങ്കിൽ, இல்லை அவர் உயிரோடு எழுந்திருக்க வேண்டுமானால் നിങ്ങൾ പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട, நீங்கள் ജപിക്ക வேண்டும் செய்ய வேண்டாம். മരിച്ചു കുറച്ച് കഴിയുമ്പോൾ പുള്ളി തന്നെ എഴുന്നേറ്റോളൂ. മരിத்து கொஞ்சம் கழிந்து அவர் சொந்தமாகவே எழுந்து விடுவார். മനസ്സിലായോ? புரிந்ததா? ഇതാ ക്രിസ്തീയ ഉപദേശം. இதுதான் கிறிஸ்தவ உபதேசம். അല്ലാതെ മരിച്ചവനെ എല്ലാം ഉയർപ്പിക്കുകയാണെങ്കിൽ പിന്നെ എന്തായിരിക്കും സ്ഥിതി? അല്ല, മരിച്ചവர்களை എല്ലാം ഉയർത്ത് അതായത് ഉയരോട് எழுப்புவதென்றால் നിലമ എന്നവാக இருக்கும். യേശു പോലും 3 പേരെ ഉയർപ്പിച്ചു. യേശു ക്രിസ്തു കൂടെ 3 പേരെ താൻ എഴുപ്പിനാർ. ഇനി വേറൊരു പ്രശ്നമുണ്ട്. ഇത് വേറൊരു പ്രശ്നം ഇരിക്കുന്നു. ഇപ്പോ ഇങ്ങനെ
ഉയർത്തെന്നും പറഞ്ഞ് ഇവന്മാരെല്ലാം സാക്ഷ്യം പറയാൻ വരിക. இப்பொழுது உயிர்த்தெழுந்தேன் என்று சிலர் சாட்சி சொல்ல வருகிறார்கள். പിന്നെ 2 സാക്ഷ്യമാണ് ഇപ്പൊ കേൾക്കുന്നത്. இப்ப 2 சாட்சிகளை கேட்கிறோம். ഇവിടുത്തെ കാര്യമല്ലേ நான் சொல்வது இங்குள்ளதல்ல. എന്നെ വെറുതെ വിട്ടേക്കണം, ആക്രമിക്കരുത്. என்னை உபத்திரவிக்க கூடாது, என்னை விட்டுவிட வேண்டும். കേരളത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. நான் கேரளாவில் உள்ள விஷயத்தை சொல்லிக் கொண்டிருக்கிறேன். ചില ആളുകള് മരിച്ച് സ്വർഗത്തിലും ഒക്കെ പോയി നരകമെല്ലാം കണ്ടവര് തിരിച്ചു വന്നിട്ട് അവരിപ്പം വലിയ റിപ്പോർട്ടാണ്. சிலர் மரித்து பரலோகத்திற்கும் நரகத்திற்கெல்லாம் போய்விட்டு அங்கே பார்த்த காட்சிகளை ரிப்போர்ட்டாக பேசிக் கொண்டிருக்கிறார்கள். അപ്പം ഇവന്മാരുടെ റിപ്പോർട്ട് കേട്ടിട്ട് നമ്മളെല്ലാം ഗ്ലോറി സ്തോത്രം എന്ന് പറയുക. இவர்களுடைய வார்த்தைகளை கேட்டு நாம் எல்லாரும் ഗ്ലോറി സ്തോത്രം என்று சொல்லிக் கொண்டு அமர்ந்திருக்கிறோம். ശുദ്ധ അബദ്ധം. இது பொய்யா இருக்கிறது. കാരണം മരിച്ചവനെ ഉയർപ്പിച്ചിട്ട് അവനെ കൊണ്ട് ഈ നരകവും സ്വർഗവും പറയണമായിരുന്നെങ്കിൽ, ஏனென்றால் மரித்து போனவனை உயிரோடு எழுப்பி பரலோகத்தை குறித்தும் நரகத்தை குறித்தும் சொல்ல வேண்டுமேயானால் ആദ്യം പറയേണ്ടത് ലാസർ ആയിരുന്നു. முதல்ல சொல்ல வேண்டியது லாசரு. ഈ ലാസർ ഉയർത്തു കഴിഞ്ഞ പിന്നെ അക്ഷരം മിണ്ടിയിട്ടില്ല. லாசர் உயிர்த்தெழுந்ததற்கு அப்புறம் ஒரு வார்த்தை கூட பேசவில்லை. മിണ്ടിയിട്ടുണ്ടോ? எங்க பேசி இருக்கிறாரா? ഉയർത്തവനെ കൊണ്ട് ഒന്നും കർത്താവ് മിണ്ടിച്ചിട്ടില്ല. പിന്നെ உயிர்த்தெழுந்தவனை பற்றி ஆண்டவர் எதுவும் பேசவில்லை அவனை. ഞാൻ പറഞ്ഞത്, நான் சொல்ல வந்தது നിങ്ങൾക്ക് മനസ്സിലായെന്ന് കാണുന്നു വിചാരിക്കുന്നു. உங்களுக்கு புரிந்திருக்கும் என்று நம்புகிறேன். ഒരു ഉപദേശ പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. நான் சொன்னது உபதேச பிரச்சனை. ചിലർക്കൊക്കെ ഒരു സംശയമുണ്ട്, சிலருக்கெல்லாம் இப்படி ஒரு சந்தேகம் இருக்கிறது. മരിച്ച ഉയർപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണോ പാസ്റ്റർ? மரித்தவர்கள் உயிரோடு எழும்புவதற்காக ஜெபிக்க வேண்டுமா பாஸ்டர்? പ്രാർത്ഥിച്ച കുഴപ്പമുണ്ടോ? ஜெபித்தால் பிரச்சனை உண்டா? കുഴപ്പമുണ്ട്. பிரச்சனை உண்டு. എന്നാ കുഴപ്പം? என்ன பிரச்சனை? അപ്പോസ്തലന്മാര് പറഞ്ഞു, அப்போஸ்தலர்கள் சொன்னார்கள், മരിച്ചാ പിന്നെ மரித்ததற்கு அப்புறம் തേജസ്സിൽ ഉയർക്കുമെന്നും പറഞ്ഞു കൊണ്ട് കുഴിച്ചിടുക വേണം. அவர்கள் மகிமையில் எழுந்திருப்பார்கள் என்று சொல்லி നീ ഉയർക്കണമെന്നുണ്ടെങ്കിൽ, അഥവാ നീ எழுந்திருக்க வேண்டுமேயானால் ഒരു പുള്ളിയും പ്രാർത്ഥിക്കണ്ട, யாரும் ஜெபிக்க வேண்டிய அவசியமில்லை. നിന്നിലൂടെ ഒരു അത്ഭുതം ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവം അങ്ങ് ചെയ്തോളൂ. ஆமென். உன் மூலமாக ஒரு அற்புதம் செய்ய தேவன் விரும்புவாரேயானால் தேவன் அதை செய்து கொள்வார். ഇനി ഇതിന് കൂടുതൽ വിവരം അറിയണമെങ്കിൽ, இதற்கு மேலே உங்களுக்கு தெரிய வேண்டுமேயானால் ഞാൻ ഇറങ്ങി വരുമ്പോ അവിടെ വന്ന് കണ്ടാ മതി. അന്നേരം ബാക്കി പറഞ്ഞു. அவை நான் வெளியே வரும்போது நீங்க என்னிடத்தில் பேசுங்க, நான் மீதியை சொல்லுகிறேன். സ്തോത്രം. അതുകൊണ്ട് ഇവിടെ ആരെങ്കിലും മരിച്ചാൽ എന്നെ കിട്ടത്തില്ല പ്രാർത്ഥിക്കാൻ. ஆமென். ஆகினால் இங்கே யாராவது மரித்தால் நான் ஜெபிக்க வரப்போகிறதில்லை. എനിക്കറിയാം ഉയർക്കത്തില്ലെന്ന്. ஏனென்றால் எனக்கு தெரியும் எழுந்திருக்க மாட்டார்கள் என்று. കാരണം നമ്മുടെ സമയമായി, നമ്മൾ എന്ത് ചെയ്തു? പോയി. ஆமென். ஏனென்றால் நம்முடைய நேரம் முடிந்தது, நான் போய்விட்டோம். ഇനി ഞാൻ ഇവിടെ വീണങ്ങ് മരിച്ചെന്നിരിക്കട്ടെ, நான் இங்கே விழுந்து மரித்தேன் என்று வைத்துக் கொள்ளுங்கள். നിങ്ങൾ ആരും പ്രാർത്ഥിക്കണ്ട. நீங்கள் யாரும் எனக்காக ஜெபிக்க வேண்டாம். ഒരു ആംബുലൻസ് പിടിച്ച് ബോഡി കുമ്പനാട്ട് തിരുവല്ലായി കൊണ്ട് കൊടുത്താൽ മതി. ஒரு ஆம்புலன்ஸை பிடித்து அந்த பாடியை கும்பநாடு திருவள்ளாலை கொண்டு நீங்கள் சேர்த்தால் போதும். കാരണം എനിക്കറിയാം എന്റെ ശുശ്രൂഷ തീർന്നു ഇവിടെ മാർത്താണ്ഡത്തെ കൺവെൻഷൻ കൊണ്ട്. ஏனென்றால் எனக்கு தெரியும் மார்த்தாண்டம் கன்வென்ஷனோடு கூட என்னுடைய ஊழியம் முடிந்தது என்று எனக்கு தெரியும். സന്തോഷമുള്ളവർ കൈ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞേ. ஆமென். சந்தோஷமுள்ளவர்கள் கரங்களை உயர்த்தி ஸ்தோத்திரம் சொல்லலாம். ഹല്ലേലൂയ. ஹல்லேலூயா. ഞാൻ ചാകുന്നതിലുള്ള സന്തോഷമാണ്. நான் சாகிறதை குறித்த சந்தோஷமா உங்களுக்கு? ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന സകല ആളുകൾക്കും അറിയാം, ഇന്ന് രാത്രി മരണപ്പെട്ടാലും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരാഗമന വേളയിൽ നമ്മൾ തേജസ്സോടെ ഉയർത്തെഴുന്നേറ്റ് വരും. കരമടിച്ച ദൈവത്തിന് സ്തോത്രം പറ. ഇത്തരം ദുരുപദേശങ്ങളുടെ പിന്നാലെ നമ്മൾ പോകരുത്. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രമാണത്തിൽ ഉറച്ചു നിന്നോണം ദൈവമക്കളെ. ஆமென். ஸ்தோத்திரம். இங்க இருக்கிற எல்லாருக்கும் ஒன்று தெரியும், நம்முடைய இயேசு கிறிஸ்துவுடைய வருகையிலே, மகிமையின் வருகையில் நாம் எல்லாரும் எடுத்துக்கொள்ளப்படுவோம் என்பதை பற்றி അവസാന ഭാഗം പറയാൻ പോകുകയാണ്. கடைசி பகுதியை நான் சொல்ல விரும்புகிறேன். മൂന്നാം ബലിവേദി, மூன்றாவது பகுதியிலே അവിടെ യേശുക്രിസ്തു വീണ് കിടന്ന് കരയുക. அங்கே இயேசு கிறிஸ்து ஆமென் அவர் விழுந்து ஜெபித்துக் கொண்டிருக்கிறார். ஆமென். ഗർഭവേദനപ്പെടുക. നോവിന്റെ പ്രാർത്ഥന. ആമേൻ. ഗർഭവേദനയോടുള്ള ജപം. മരിച്ചവനെ ഉയർപ്പിക്കുന്ന പ്രാർത്ഥനയല്ല വലിയ പ്രാർത്ഥന. ആമേൻ. മരിച്ചവരെ ഉയരോട് എഴുപ്പുവതല്ല പെരിയ ജപം. മരിച്ചവനെ ഉയർപ്പിക്കുന്നതൊക്കെ സിമ്പിളായ കാര്യമാണ് യേശുവിന്റെ കാര്യത്തിൽ. മരിച്ചവരെ ഉയരോട് എഴുപ്പുவது യേശുവിന്റെ കാര്യത്തിൽ മിகவும் ലേസാன വിഷയം. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നവർ ഓർത്തോണം, ഇന്നിരവിൽ ഇങ്ങ് ഇരിക്കുന്നവരെ പുരിந்து കൊள்ள வேண்டும். മരിച്ചവനെ ഉയർപ്പിക്കുന്നതൊന്നും യേശുവിന്റെ സന്നിധി വലിയ പ്രാർത്ഥനയല്ല. ആമേൻ. മരിച്ചവരെ ഉയരോട് എഴുപ്പ வேண்டும் என்று യേശുവിற்கு മുൻപാകെ ഒരു പെരിയ ജപമല്ല. ഉയർപ്പിക്കാൻ ചെന്നപ്പോൾ 3 പേർ ഒരുമിച്ച് പോയി യേശുക്രിസ്തുവിന്റെ കൂടെ. ആമേൻ. ഉയർത്തെഴ വയ്ക്കുമ്പോൾ യേശുക്രിസ്തുവോട് കൂടെ 3 പേർ പോനാர்கள். എന്താ? യേശുക്രിസ്തുവിന്റെ ഒറ്റ വാക്കിൽ അവർ പുറത്തു വരികയാ. യേശുക്രിസ്തുവോട് കൂടെ അവർ വെളിയെ വരുகிறாർ. നമ്മളാണെ പറഞ്ഞേനും ഇത് കുഞ്ഞുങ്ങളിയല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. പ്രത്യേകം വിശുദ്ധിയുള്ളവർ മാത്രം ഇങ്ങോട്ട് എന്ത് ചെയ്താൽ മതി, കയറിയാൽ മതി.
நம்ம என்ன சொல்லியிருப்போம், இது சாதாரணமான விஷயம் அல்ல, மரித்தோரை உயிர்த்தெழ வைக்கக்கூடியதான ஜெபம், ஆகையினால பரிசுத்தமா இருக்கிறவங்க மட்டும் என் கூட வந்தா போதும் என்று சொல்லியிருப்போம். ഇത് ചില്ലറ കളിയൊന്നും അല്ല, இது சின்ன விஷயம் ஒன்றுமல்ல. ശവ ഉയർപ്പിക്കുന്ന പരിപാടിയാണ്. ஆமென். மரித்தவரை எழுப்ப போகிற நேரம் இது. യേശു ഇതൊന്നും പറഞ്ഞില്ല. இயேசு இது ஒன்றும் சொல்லவில்லை. പക്ഷെങ്കിൽ ஆனால் ഗത്സമനയിലെത്തിയപ്പോൾ, கெத்செமனே தோட்டத்தில் வந்தபோது ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ஆமென். விழித்திருந்து ஜெபியுங்கள். പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ, சோதனையில் அகப்படாமல் இருப்பதற்கு ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. விழித்திருந்து ஜெபியுங்கள். ട്രവയിലാണ് ഈറ്റുനോവിന്റെ പ്രാർത്ഥന. ஆமென். இது கர்ப்பவேதனையின் ஜெபம். ഈറ്റുനോവിന്റെ പ്രാർത്ഥന, ഗർഭവേദനയോടുള്ള ജപം. പക്ഷെ എന്താ സംഭവിച്ചത്? ആനാ என்ன நடந்தது? ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ട് പോലും, ഒരു എച്ചരിപ്പ് കൊടുത്തதற்கு அப்புறமும் യേശുക്രിസ്തു തിരിച്ചു വന്ന് നോക്കുമ്പോൾ, യേശു திரும்ப வந்து பார்க்கிற வேளையில் മരിച്ചവനെ ഉയർപ്പിക്കാൻ തന്റെ കൂടെ ഉണ്ടായിരുന്നവർ പോലും ഉറങ്ങിപ്പോയി. മരിത്തവരെ ഉയരോട് എഴുപ്പുമ്പോൾ തന്നോട് ഇരുന്നവர்கள் கூட அங்கே தூங்கி விட்டார்கள். ആ ഗത്സമനയിലെ, அந்த ഗെത്സെമനെ തോട്ടത്തിൽ, മൂന്നാം ബലിവേദിയിലെ അവൻ മൂന്നാമത് പകുതിയിൽ യേശു വീണ് കിടന്ന് പ്രാർത്ഥിക്കുക. യേശു വിഴുந்து കിടന്ന് ജപിக்கிறார். അവന്റെ രക്തം വിയർപ്പ് തുള്ളി കണക്കെ പുറത്തു വരും. ആമേൻ. അവരുടെ രക്തം വിയർவை ദ്വാരങ്ങൾ വഴിயாக வெளியே വന്നത്. ഇതാണ് ഈറ്റുനോവിന്റെ പ്രാർത്ഥന. இதுதான் ഗർഭവേദനയോടുള്ള ജപം. ചിലതിനെ ഉരുവാക്കുന്ന പ്രാർത്ഥന, ചിലരെ ഉരുവാക്കുகிற ജപം, ചില കെട്ടുകളെ അഴിക്കുന്ന പ്രാർത്ഥന, ചില കട്ടുകളെ അഴിக்கிற ജപം, ചില പോരുകളെ തകർക്കുന്ന പ്രാർത്ഥന, ചില പോരുകളെ തകർக்கிற ജപം. ആത്മാവിൽ അങ്ങനെ ജാഗരിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള ദൈവമക്കൾക്ക് അറിയാം, അവിടെ വലിയ അത്ഭുതങ്ങൾ നടക്കാൻ പോകും. ആമേൻ. ആവിയിൽ இப்படி ഉണർന്ന് ജപിത്തവர்கள், ആമേൻ, ഒന്ന് சொல்லுங்கள், அங்கே பெரிய அற்புதங்கள் நடைபெறும். എന്താ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്? ஏன் நீங்கள் விழித்திருந்து ஜெபிக்க வேண்டும் என்று ஆண்டவர் ഈ சொல்கிறார். ഗത്സമന ഉണ്ടല്ലോ, இந்த கெத்செமனே தோட்டம் இருக்கிறது. ആദിയിൽ ഏദനിൽ വെച്ച് വാഗ്ദാനം ചെയ്ത ഒരു സംഭവം നടക്കാൻ പോകുകയാണ്. ஆமென். ஆதியில் ஏதேன் தோட்டத்தில் வைத்து சொன்னதான அந்த வாக்குத்தத்தம் நிறைவேற போகிறது. കാൽവരി കുരിശിലേക്ക് നീങ്ങാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. கல்வாரி சிலுவையை நோக்கி நகர்ந்து செல்ல சில மணி நேரங்கள் மட்டுமே இருக்கிறது. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും എന്ന ഏദനിലെ വാഗ്ദാനം നിറവേറാൻ ഏതാനും സമയമേ ഉള്ളൂ. ஆமென். ஸ்திரீயின் வித்து, அவன் சர்ப்பத்தின் தலையை தகர்க்கும் என்கிற வேத வாக்கியம் நிறைவேறுவதற்கு இனி சில மணி நேரங்கள் மட்டுமே மீதி இருக்கிறது. ഗത്സമന തോട്ടത്തിലേക്ക് പഴയ പാമ്പായ പിശാച് ഇഴഞ്ഞു കയറുന്ന രാത്രിയാണതെന്ന് ഞാൻ പറയും. ஆமென். ஸ்தோத்திரம். பிசாசா பழைய சர்ப்ப பாம்பாகிய வலு சர்ப்பம் கெத்செமனே தோட்டத்திற்குள் நுழைகிற நேரம் அது. സ്ത്രീയുടെ സന്തതിയും പഴയ പാമ്പും കൂടുള്ള പോരാട്ടത്തിന്റെ വേദിയാണ് ആമേൻ. ആ ഗത്സമന. സ്ത്രീயின் സന്തതിയും പഴയ പാമ്പും പോരാടുகிற இடம்தான் கெத்செமனே தோட்டம். പോരാട്ട പ്രാർത്ഥന നടത്തുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ஆமென். போராட்டம் ஜெபம் ஜெபிக்கிற பிள்ளைகள், தேவ பிள்ளைகளோடு நான் ஒன்றை சொல்கிறேன். അത് കേവല ഉത്സവമല്ല, அது ஒரு பண்டிகை அல்ல. അത് ഈറ്റുനോവിന്റെ പ്രാർത്ഥനയാണ്. அது பிரசவ வேதனையோடுள்ள ஜெபம். അത് പിശാചുമായിട്ടുള്ള പോരാട്ടത്തിന്റെ அது പ്രാർത്ഥനയാണ്. பிசாசோடுள்ள போராட்டமாகிய ஜெபம். സ്ത്രീയുടെ സന്തതിയും സർപ്പവും കൂടെയുള്ള പോരാട്ടത്തിന്റെ പ്രാർത്ഥനയാണ്. സ്ത്രീയുടെ സന്തതിയും സാത്താനുമായുള്ള പോരാട്ടമായിരിക്കുന്നത്. ഈ രാത്രി വചനം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇന്നിരവിലെ വചനത്തെ കേൾക്കുന്ന ദേവനുடைய പിള്ളയെ, ഉരുവാക്കുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ ഈറ്റുനോവിന്റെ പ്രാർത്ഥനയാണ്. അവൻ ഉരുവാക്കുகிற ജപം എന്ന് சொல்வது இந்த கர்ப்பவேதனையின் ஜெபமாயிருக்கிறது. എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാമോ? என்ன நடைபெற போகிறது என்று தெரியுமா? അനേക ഹൃദയങ്ങളിൽ ക്രിസ്തുവിനെ ഉരുവാക്കുന്ന സംഭവം നടക്കാൻ പോവുകയാണ്. അനേകരുടെ ഹൃദയത്തിൽ ക്രിസ്തു ഉരുവാകக்கூடிய നിகழ்வு നடைபெற പോകുகிறது. ഈ രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ അറിയണം, இன்று இரவிலே இங்கே இருக்கிற தேவ பிள்ளைகள் ஒன்றை அறிந்து கொள்ள வேண்டும். യേശുക്രിസ്തുവും പഴയ പാമ്പായ പിശാചും കൂടെയുള്ള പോരാട്ടം കാൽവറിയിൽ അവസാനിക്കുന്നതിന് മുമ്പുള്ള പദ്ധതിയാണ് നടക്കുന്നത്. അവൻ യേശു ക്രിസ്തുവും പഴയ സർപ്പമാകിയ പാമ്പും പോരാടുகிற പോരാട്ടം முடிவடைவதற்கு ഇനി சில மணி நேரங்கள் மட்டுமே இருக்கிறது. ആ ഗത്സമനയിലെ പ്രാർത്ഥനയിൽ അവരെല്ലാം ഉറങ്ങിപ്പോയി. அந்த கெத்செமனே தோட்டத்தில் தன்னோடு இருந்தவர்கள் தூங்கி விட்டார்கள். യേശുവിന്റെ രക്തം വിയർപ്പ് തുള്ളി കണക്കെ താഴേക്ക് വീഴുകയാണ്. യേശു ക്രിസ്തുവിന്റെ രക്തം വിയർவை ദ്വാരങ്ങൾ വഴിயாக കീഴே വീഴുகிறது. അത്ര ശക്തമായ പോരാട്ടം, അவ்வளவு വല്ലമயான പോരാട്ടം. ആ പോരാട്ടത്തിൽ യേശു പ്രാർത്ഥിച്ചു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീങ്ങിപ്പോ. ആമേൻ. அந்த போராட்டத்தில் இயேசு ஜெபித்தார், ஆண்டவரே உமக்கு சித்தமா
சித்தமாயிருந்தால் இந்த பாத்திரம் என்னை விட்டு நீங்கும்படி செய்யும். അത് മരണം നീങ്ങണമെന്നല്ല ക്രിസ്തു പ്രാർത്ഥിക്കുന്നത്. അവൻ മരണത്തെ നീക്കുമെന്ന് യേശു ജപിക്കவில்லை. കാൽവറിയിലാണ് തല തകർക്കുന്നത്. അവൻ കൽവാരിയിൽதான் അവനുடைய தலையை തകർக்க போகிறான். എന്നാൽ ഗത്സമനയിൽ വെച്ച് തന്നെ, ஆனால் ഗത്സമനെ തോട്ടത്തിൽ வைத்து അവൻ തകർന്നു പോകത്തക്ക നിലയിൽ അവൻ മാനസികമായി എത്തപ്പെടുകയാണ്. அவர் തകർക്കപ്പെടുகிற நிலைக்கு அவருடைய மனநிலை மாறி இருக்கிறது. സമയത്തിന് മുമ്പേ നമുക്കെതിരെ പോരാട്ടം പിശാച് ഇതുപോലെ നടത്തും. நமக்கு குறிக்கப்பட்ட நேரத்திற்கு முன்பாக பிசாசு இதை போன்ற போராட்டங்களை கொண்டு ഈ வருவார். രാത്രി ദൈവം പറയുന്ന ദൂത് ശ്രദ്ധിച്ചു കേൾക്കണം. இன்று இரவிலே தேவன் சொல்லக்கூடிய தூதை நீங்கள் கவனிக்க வேண்டும். എനിക്ക് ഒരു ദൗത്യമുണ്ട്. உங்களுக்கும் எனக்கும் ஒரு பொறுப்பு இருக்கிறது. നിനക്കും എനിക്കും ഒരു ദൗത്യമുണ്ട്. உங்களுக்கும் எனக்கும் ஒரு பொறுப்பு இருக்கிறது. ആ ദൗത്യം നടക്കേണ്ട സ്ഥലമുണ്ട്. ஆமென். அந்த பொறுப்பை நிறைவேற்ற வேண்டிய இடமுண்டு. ആ ദൗത്യം നടക്കേണ്ട സമയമുണ്ട്. அந்த பொறுப்பை நிறைவேற்ற வேண்டிய நேரமுண்டு. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നു? எத்தனை பேர் இந்த இரவிலே விசுவாசிக்கிறீர்கள்? ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയാ, சிலரை பார்த்து தேவனுடைய ஆவியானவர் നിന്നെ சொல்கிறார், കൊണ്ട് ചിലത് ചെയ്യിക്കാൻ ദൈവത്തിനുണ്ട്. உன்னை கொண்டு தேவன் சிலவற்றை செய்ய விரும்புகிறார். അതിന് നിശ്ചയിച്ച സ്ഥലമുണ്ട്. அதற்கு குறிக்கப்பட்ட நேரமுண்டு. അതിന് നിശ്ചയിച്ച സമയമുണ്ട്. அதற்கு குறிக்கப்பட்ட நேரமுண்டு. എന്നാൽ അതിനു മുൻപേ, ஆனால் அதற்கு முன்பாக നിന്നെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളുണ്ട്. ஆமென். உன்னை அழிப்பதற்கு போராடுகிற வல்லமைகளுண்டு. യേശുവിന്റെ ദൗത്യം എന്താണ്? இயேசு கிறிஸ்துவுடைய பொறுப்பு என்ன? കാൽവറിയിൽ പിശാചിന്റെ തല തകർക്കുകയാണ്. കൽവാരിയിൽ പിശാചുடைய தலையை തകർപ്പത് என்பதாയിരുന്നു. മാനവന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി തന്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് കാൽവരി കുരിശിലാണ്. മനുക്കുലത്തിൻ പാപത്തിற்காக തன்னுடைய ജീവனை ஒப்புக் கொடுக்க வேண்டிய இடம் கல்வாரி சிலுவை. അതിനു മുൻപേ പിശാച് അവനുമായി പോരാടുകയാണ് ഗത്സമനയിൽ. அதற்கு முன்பாக பிசாசு இயேசுவோடு கெத்செமனேயில் போராடுகிறார். ഈ രാത്രി ഒരു കാര്യം നമ്മൾ ഓർത്തുകൊള്ളണം. இன்றிரவிலே நாம் ஒன்றை புரிந்து கொள்ள வேண்டும். അവിടെ ദൈവത്തിന്റെ ദൂതന്മാർ അവനെ ശക്തിപ്പെടുത്താൻ ഇറങ്ങി. ஆமென். அங்கே தேவனுடைய தூதர்கள் இறங்கி இயேசுவை பலப்படுத்தினார்கள். പ്രതികൂലത്തിന്റെ നടുവിൽ ദൂതൻ ഇറങ്ങി വന്ന അനുഭവമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിനുള്ള സ്തുതി. ஆமென். போராட்டங்கள் நடுவிலே தூதன் இறங்கி வந்து பலப்படுத்தி அந்த அனுபவத்தை அனுபவித்தவர்கள் கர்த்தரை துதித்துக் கொள்ளுங்கள். നിനക്കും എനിക്കും തനിയെ താങ്ങാൻ കഴിയാത്ത ഇടങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ദൂതനെ ഇറക്കി നമ്മെ ശക്തീകരിക്കും. ஆமென். உனக்கும் எனக்கும் தன்னால் தாங்க முடியாத அளவிற்கு பிரச்சனைகள் வரும்போது தூதனை அனுப்பி ஆவியானவர் நம்மை பலப்படுத்துவார். ഹല്ലേലൂയ, ஹalleluya, ഹല്ലേലൂയ. ஹalleluya. ഗത്സമനയിൽ ആരംഭിച്ച ആ പോരാട്ടമുണ്ടല്ലോ. ஆமென். கெத்செமனில் ஆரம்பித்த அந்த போராட்டம் കാൽവരി കുരിശിൽ രണ്ട് കള്ളന്മാരുടെ മധ്യേ മൂന്നാണികളുമേൽ യേശുനാഥൻ തന്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അത് പരാജയമല്ല, അത് ജയമായിരുന്നു. ஆமென். கெத்செமனே தோட்டத்தில் ஆரம்பித்த அந்த போராட்டம் இரண்டு குற்றவாளிகள் நடுவிலே இயேசு தன்னுடைய ஜீவனை ஒப்புக் கொடுக்கும் போது அது தோல்வி அல்ல, அது வெற்றியாய் முடிந்தது. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന് ഇന്ന് രാത്രി സ്തോത്രം പറയാം. கரங்களை உயர்த்தி கர்த்தரை மகிமைப்படுத்தலாம். കാൽവറിയിൽ യേശു പിശാചിന്റെ തല തകർക്കുകയാണ്. கல்வாரி சிலுவையில் இயேசு பிசாசின் தலையை தகர்த்தார். ഈ രാത്രി വചനം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, இன்று இரவிலே வசனத்தை கேட்கிற தேவனுடைய பிள்ளைகளே, യേശുവിന്റെ മരണം ഒരു പരാജയമല്ല, இயேசு கிறிஸ்துவுடைய மரணம் ஒரு தோல்வி அல்ல, യേശുവിന്റെ മരണം ഒരു വിജയമായിരുന്നു. இயேசு கிறிஸ்துவின் மரணம் அது வெற்றியாயிருந்தது. എന്താ വിജയമെന്നറിയാമോ? ஏன் வெற்றி என்று தெரியுமா? മനുഷ്യനെ പാപത്തിലേക്ക് തള്ളിയ പിശാചിന്റെ തല തകർത്തു കാൽവരി. மனிதனை பாவத்தில் தள்ளிவிட்ட பிசாசின் தலையை கல்வாரி சிலுவையில் இயேசு உடைத்தெறிந்தார். மட்டுமல்ல ഇന്ന് രാത്രിയില് இன்றிரவில் നമ്മുടേതടക്കമുള്ള ഹൃദയങ്ങളിൽ, நம்முடைய இருதயங்களில் ആ കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ യേശു ഉരുവായി. ஆமென். கோடிக்கணக்கான மனிதர்களுடைய இருதயங்களில் இயேசு கிறிஸ்து உருவானார். യേശു ഹൃദയത്തിലുള്ളവർ അക്കാരം അടിച്ചെന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കാം. இயேசு கிறிஸ்து இருதயத்தில் உருவாயிருக்கிறவர்கள் இயேசுவை கரங்களை தட்டி மகிமைப்படுத்துங்கள். യേശു നമ്മുടെ ഹൃദയത്തിൽ ഉരുവായി. இயேசு கிறிஸ்து നമ്മുടെ இருதயத்தில் உருவாயிருக்கிறார். ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ അറിയണം, இன்று இரவிலே இங்கே இருக்கிற தேவனுடைய பிள்ளைகள் ஒன்றை புரிந்து கொள்ள வேண்டும். യേശു ഹൃദയത്തിൽ ഉരുവായ ഒരാൾക്കും ഇനി മരണത്തെ പേടിക്കേണ്ട കാര്യമില്ല. இயேசு கிறிஸ்து இருதயத்தில் உருவாயிருக்கிற
ஒரு நபர் மரணத்தை கண்டு பயப்பட வேண்டிய அவசியமில்லை. ഇന്ന് രാത്രി നമ്മൾ മരിച്ചാൽ, இன்று இரவிலே நாம் மரித்தாலும் നമ്മൾ നമ്മുടെ കർത്താവിനോട് കൂടെ ആയിരിക്കും. ஆமென், நாம் கர்த்தரோடு கூட இருப்போம். അത് കഴിയുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? அது முடியும் போது என்ன நடக்கும்? കാഹളം കേൾക്കും, எக்கால ധ്വനി കേൾക്കുമ്പോൾ മരിച്ചവരക്ഷരായി ഉയർത്തെഴുന്നേൽക്കും. മരിച്ചവர்கள் ഉയരോടെ സൂര്യന്റെ എഴുന്നേൽക്കും. തേജസ് വേറെ, ஆமென், மகிமையுள்ள சரீரத்தோடு. ചന്ദ്രന്റെ തേജസ് വേറെ, சூரியனுடைய மகிமை வேறு. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. നക്ഷത്രങ്ങൾക്കിടയിലെയും മഹിമയ്ക്ക് വ്യത്യാസം ഇരിക്കുന്നത്. മരിച്ചവരുടെ പുനരുദ്ധാനവും വെണ്ണം തന്നെ. ஆமென், மரித்தவர்கள் நடுவிலிருந்து உயிர்த்தெழுதல் நடைபெறும். നമ്മൾ അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വരുന്ന ഒരു സുന്ദര ദിനമുണ്ട്. ஆமென், நாம் அப்படி உயிரோடு எழுந்து வருகிற ஒரு அழகான நாள் உண்டு. ആർക്കാ ഇത് സംഭവിക്കുന്നറിയാം? இது யாருக்கு நடைபெறும் என்றால், യേശു ഹൃദയത്തിൽ ഉരുവാകുന്നവരാ. யாருடைய இதயத்தில் கிறிஸ்து உருவாயிருக்கிறாரோ அவர்கள் இப்படி எழும்பி வருவார்கள். ഹൃദയത്തിൽ ഉരുവാകുന്നവർ இயேசு கிறிஸ்து உருவாக வேண்டும். ഞാൻ എന്റെ വാക്ക് ഉപസംഹരിക്കാനായിട്ട് പോകും. நான் உன்னுடைய வார்த்தைகளை முடிக்க போகிறேன். യേശുവിന്റെ ഗത്സമനയിലെ ആ ഇട്ടുനോവ്, കാൽവറിയിലെ തന്റെ മരണം, അതെന്തിനു വേണ്ടിയായിരുന്നു? ஆமென், கர்த்தராகிய இயேசு கிறிஸ்துவின் கெத்செமனே தோட்டத்திலே அந்த கர்ப்பவேதனையோடுள்ள ஜெபம், அது கல்வாரி சிலுவையிலே எனக்கு வேண்டியாയിരുന്നു. നമ്മളെ യേശുവിന്റെ മക്കളാക്കി തീർക്കാൻ വേണ്ടിയാ. நாம் நம்மை இயேசுவுடைய பிள்ளைகளாய் மாற்றுவதற்கான. ഈ രാത്രി ഇവിടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളോട് ഞാൻ പറയാം, இன்றிரவிலே வசனத்தை கேட்டுக்கொண்டிருக்கிற தேவனுடைய பிள்ளைகளோடு நான் ஒன்றை சொல்லுகிறேன். കർത്താവിനെ സ്വീകരിച്ചവരൊക്കെ കൈകൾ ഉയർത്തി എന്ന സ്തോത്രം പറ. ஆண்டவரை இரட்சகராய் ஏற்றுக்கொண்டவர்கள் கரங்களை உயர்த்தி கர்த்தரை மகிமைப்படுத்தலாம். ഈ യോഗത്തിന്റെ നടുവിൽ ഒരാളെങ്കിലും യേശുക്രിസ്തുവിനെ സ്വീകരിക്കാതെ ഉണ്ടെങ്കിൽ, இந்த கூட்டத்தின் நடுவிலே யாராவது ஒரு நபராவது இயேசுவை ஏற்றுக்கொள்ளாமல் இருப்பீர்களானால், ഈ യോഗത്തിന്റെ പ്രാർത്ഥന, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന, നിങ്ങളുടെ ഹൃദയത്തിൽ ഈ ക്രിസ്തു ഉരുവാകണം. இந்த கூட்டத்தில் எல்லாருடைய ஜெபமும் எங்களுடைய ஜெபமும் உங்களில் கிறிஸ்து உருவாக வேண்டும் என்பதாக. കാരണം അവനാണ് പാപത്തിന്റെ പരിഹാരം. ஏனென்றால் அவர்தான் பாவத்திற்கான பரிகாரி. അവനാണ് നമ്മുടെ രോഗത്തിന്റെ സൗഖ്യദായകൻ. அவர்தான் நம்முடைய வியாதிகளை குணமாக்குகிறவர். അവൻ നമ്മുടെ പ്രയാസ പ്രതികൂലങ്ങളിൽ നിന്നെല്ലാം നമ്മളെ വിടുവിക്കാൻ ശക്തിയുള്ളവൻ. அவர் நம்முடைய போராட்டங்கள், பிரச்சனைகள் எல்லாவற்றையும் நம்மை விடுவிக்க வல்லமையுள்ளவர். ഈ രാത്രിയിലെ അസ്വസ്ഥാനത്ത് നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. இன்று இரவிலே நாம் நிற்கிற இடத்தில் இருந்து நாம் எழுந்து நிற்கலாம். ഒരു നിമിഷം സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം സ്തോത്രത്തോടെ தேவனுடைய சமூகத்தில் எழுந்து நிற்கலாம். ഭക്തന്മാരെല്ലാവരും ദൈവത്തിന് സ്തുതി കൊടുത്താട്ടെ. പരിശുദ്ധവാന്കൾ എല്ലാവരും കർത്തരെ മഹിമപ്പെടുത്തலாம். ഇന്ന് രാത്രി ഒരു ഈറ്റുനോവിന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ എത്ര പേർ ഇവിടെയുണ്ട്? ഇன்று இரவிலே ഒരു ഗർഭവേദനയോടുള്ള ജപം ജപിക്കാൻ എത്ര പേർ ആയത്തമായിരിക്കുന്നു? ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നമ്മുടെ യോഗം അവസാനിക്കുകയാണ്. ചില നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ കൂട്ടം മുടിയ പോകുന്നു. ഒരു നിമിഷം ആ കണ്ണുകളൊന്ന് അടച്ചു പിടിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് നിന്നാൽ, ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ മൂടിക്കൊണ്ട് കർത്തരെ മഹിമപ്പെടുത്തിക്കൊണ്ട്, ചില ഹൃദയങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഇടപെടാൻ പോകുകയാണ്. ചില ഹൃദയങ്ങളിൽ ഇன்று இரவிலே കർത്തരുടെ ആവിയാനവർ செயல்பட ക്രിയ ചെയ്യ പോകുகிறார். അസാധ്യമെന്ന് നിങ്ങളുടെ യുക്തി പറയുന്ന ഇടത്തേക്ക് ദൈവശക്തി വ്യാപരിക്കാൻ പോകുകയാണ്. முடியாது என்று ஆமென் உங்களுடைய புத்தி சொல்லுகிற இடத்தில் கர்த்தருடைய ஆவியானவர் கிரியை செய்ய போகிறார். ഇന്ന് രാത്രിയുള്ള ആത്മാശക്തി അനുഭവിച്ചറിയേണ്ട ദൈവമക്കളെ കൈകൾ ഉയർത്തി എന്ന് പിടിച്ചാട്ടെ. ആമേൻ. ഇന്ന് இரவிலே தேவனுடைய வல்லமையை அனுபவித்து அறிய விரும்புகிறவர்கள் கரங்களை உயர்த்தி பிடிக்கலாம். സ്തോത്രം പറഞ്ഞുകൊണ്ട് നിന്നാട്ടെ. வாய்களை திறந்து கர்த்தரை துதியுங்கள். സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മൾ ഇവിടം വിട്ടു പോകുന്നതിന് മുമ്പ്, ഇന്ന് இரவிலே இந்த இடத்தை விட்டு நாம் கடந்து செல்லும் முன்பாக, യേശുവിന്റെ ഹൃദയത്തിൽ ഒന്ന് ഉരുവാകണമെന്ന് യേശുവിന്റെ ഹൃദയത്തിൽ ഒന്ന് ഉരുവാക வேண்டும் என்று ജപിയുங்கள். യേശുവിന്റെ ഹൃദയത്തിൽ ഒന്ന് ഉരുവാകണമെന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരും? യേശുവിന്റെ ഹൃദയത്തിൽ ഉരുവാക வேண்டும் എന്ന് ജപിക്കുന്ന എത്ര പേര്? കുരിശിൽ എനിക്ക് വേണ്ടി ജീവൻ തന്ന എന്റെ യേശുവിന്റെ ഹൃദയത്തിൽ ഒന്ന് ജനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൽവാരി സിലുവയിൽ ആമേൻ രക്തം ചിന്തി എനിക്കായി ജീവനെ തന്ന യേശുവിന്റെ ഹൃദയത്തിൽ ഉരുവാക வேண்டும் എന്ന് ജപിയുക. ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകൾ അടച്ച്, ഒരു നിമിഷം കണ്ണുകളെ മൂടി ധ്യാനത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാം. ധ്യാനത്തോടെ ദേവനുடைய സമുഖത്തിൽ നിൽപ്പோம். ഈ രാത്രി നിങ്ങൾ ഇവിടെ വന്നപ്പോൾ, ഇன்று இரவிலே நீங்கள் இங்கு வந்தபோது, യുക്തി പറയാണ് നടക്കത്തില്ല, உங்களுடைய புத்தி சொல்லுகிறது முடியாது என்று. ഇതെങ്ങനെ സംഭവിക്കും പാസ്റ്ററെ എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. ഇത് எப்படி നടക്കും പാസ്റ്ററെ എന്ന് നിങ്ങൾ കേൾக்கலாம். പക്ഷെ ഞങ്ങൾ ഊന്നി പറയുന്നു, ஆனால் நாங்கள் உறுதியாய் சொல்கிறோம், വചനവും ആത്മാവും ഇവിടെയുണ്ട്. വസനവും ആവിയാനവരും ഇங்கே ഉണ്ട്. വചനവും ആത്മാവും ഇന്ന് രാത്രി ഇവിടെയുണ്ട്. വസനവും ആവിയാനവരും ഇங்கே ഉണ്ട്. അവൻ നിന്റെ കെട്ടുകളെ അഴിക്കും. അവർ உங்களுடைய கட்டுகளை അവൻ നിന്റെ പ്രശ്നത്തിന്മേൽ ഇന്ന് രാത്രി പരിഹാരത്തെ, അവർ உங்களுடைய பிரச்சனைகளுக்கு மேல் ஒரு பரிகாரத்தை உண்டாக்குவார். ഈ ഉയർത്തെഴുന്നേറ്റ യേശു ഇന്ന് രാത്രി ഇവിടെയുണ്ട്. ഉയർത്തെഴുന്ന യേശു ഇന്ന് இரவில் ഇங்கே இருக்கிறார். ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രാർത്ഥന ആവശ്യമുള്ളവരെ കൈകളൊന്ന് ഉയർത്തി. ഒരു നിമിഷം ജപിക്ക പോകുகிறோம். ജപം தேவைப்படுகிறவர்கள் കരങ്ങളെ ഉയർത്തി. എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവരും സ്തോത്രം ചൊല്ലി ജപിച്ചുകൊണ്ടേ, അഭിഷിക്തരെല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. അഭിഷേകം பண்ணப்பட்ட എല്ലാവരും കർത്തരെ നിങ്ങളുടെ പ്രശ്നം ദൈവത്തോടെന്ന് പറഞ്ഞുകൊണ്ട് നിന്നാട്ടെ. ഉங்களுடைய
വായിലെ ചൊല്ലിക്കൊണ്ടേ നിന്നു. സ്വർഗസ്ഥ പിതാവേ, പരലോക പിതാവേ, ഈ കരമുയർത്തിയതിന്റെ ജനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കരമുയർത്തിയിരിക്കുന്ന ജനത്തിற்காக ഈ രാത്രി ചില ഹൃദയങ്ങളിൽ യേശു ഉരുവാകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഇരവിലെ ചില ഹൃദയങ്ങളിൽ ക്രിസ്തു ഉരുവാക வேண்டும் என்று ജപിக்கிறோம். ഇന്ന് രാത്രി അസാധ്യമെന്ന് പറയുന്ന ചില മേഖലകളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങിച്ചെല്ലണമേ. ഇന്ന് ഇരവിലെ മുടിയാതെ എന്ന് சொல்லக்கூடிய ചില പകുതികളിൽ കർത്തരുടെ ആവിയാനവർ ഇറങ്ങി ചെൽവീരാக. അഴിയാത്ത ചില കെട്ടുകൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അഴിയുവാൻ ഞങ്ങൾ കൽപ്പിക്കുന്നു. അവിടാതെ ചില കെട്ടുകളെ ആമേൻ യേശുവിൻ നാമത്തിൽ ഇന്ന് അവിഴ്ക്കപ്പെടുമ്പടി രോഗത്തിന്റെ ശക്തികളെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ശാസിക്കുകയാണ്. ആമേൻ വ്യാധിயின் വല്ലമകളെ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ കടിഞ്ഞു കൊള്ളുகிறோம். നിന്റെ ജനത്തെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. ഉമ്മുடைய ജനത്തെ പിതാ കുമാരൻ പരിശുദ്ധാവി നാമത്തിൽ ആശീർവദിக்கிறோம். യേശുവിൻ നാമത്തിൽ തന്നെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ ജപിக்கிறோം. ആമേൻ. കരമുയർത്തി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആമേൻ. കരങ്ങളെ ഉയർത്തി കർത്തരെ മഹിമപ്പെടുത്തുക. ഹല്ലേലൂയ. കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ദൈവ വിവേചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.